യം ശൈവാഃ സമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമിഃ യസ്മാജ്ജാതം സമസ്തം ജഗദിദമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാംശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. അദ്വൈതബോധാബ്ജസഹസ്രരശ്മിഃ ശാന്തേർലതായാഃ കില കൽപ്പവൃക്ഷഃ സംസാരസന്താപവിനാശചന്ദ്രഃ കൃഷ്ണഃ സദാഹ്ലാദകരോ മമാസ്തു. ഹാ കൃഷ്ണാച്യുതഃ കൃപാജലനിധേ ഹാ പാണ്ഡവാനാം സഖേ ക്വാസി ക്വാസി സുയോധനാദപകൃതാം ഹാ രക്ഷ മാതുരാം. ഇത്യുക്ത്വാ ക്ഷയവസ്ത്രസംഭൃതതനും യോ രക്ഷതാപദ്ഗണാത് ആർത്തത്രാണപരായണഃ സ ഭഗവാൻ നാരായണോ മേ ഗതിഃ. ആർത്തത്രാണപരായണഃ സ ഭഗവാൻ നാരായണോ മേ ഗതിഃ. ഹരിഃ ഓം തത്സ്. ജയഗുരു. 3 തവണ എല്ലാവരും കൂടി എന്താ വേണ്ടത്? കണ്ണടച്ച് നിവർന്നിരുന്നോളൂ. എല്ലാവരും നമുക്ക് ഇനിയും ജപിക്കേണ്ടി വരും. തയ്യാറായിക്കോളൂ. ഓ പോരാ. ഓ പൂർണ്ണാനുഗ്രഹം കിട്ടട്ടെ. ഓ ഹരിഃ ഓം തത്സ്. ജയഗുരു. പരീക്ഷിത്ത് മഹാരാജാവ് അറിയാതെ അടിതെറ്റി ശമീകി മഹർഷിയുടെ കുടീരത്തിൽ ചെന്ന് ദാഹം തീർക്കാൻ നോക്കിയപ്പോൾ മഹർഷി കണ്ണടച്ച് ധ്യാനത്തിലിരിക്കുകയാണ്. അല്പം വെള്ളം കൊടുക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വയറ് തൊടുത്തുവിട്ട ദാഹം മനസ്സിലേക്ക് കടന്നു പറ്റി അവിടെ ക്ഷോഭമായി പരിണമിച്ചു. അതിൻ്റെ പരിണത ഫലമായിരുന്നു പുറത്തു കടന്നപ്പോൾ പ്രകൃതിയുടെ ഗൂഢാലോചനയും കൂടിയായി
അദ്ദേഹം ഒരു പാമ്പിൻ്റെ ജഡമെടുത്ത് ശമീക മഹർഷിയുടെ കഴുത്തിൽ കൊണ്ടിട്ടതാണ് വലിയ ഒരു തെറ്റ്. ഒരു മഹാരാജാവ്, പ്രജകളെയെല്ലാം സംരക്ഷിക്കേണ്ടവൻ, അതും പാണ്ഡവ വംശത്തിൻ്റെ പൈതൃക പാരമ്പര്യത്തോടു കൂടിയുള്ള ഒരു മഹാതേജസ്വിയായിരിക്കുന്ന മഹാരാജാവ്, അദ്ദേഹത്തിന് പറ്റിയ അബദ്ധമാണിത്. അപ്പം നമ്മുടെ മനസ്സ് എപ്പോഴും നമ്മളെ അബദ്ധത്തിൽ കൊണ്ട് പിണയ്ക്കാം. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടിയിരിക്കണം. ഈശ്വര വിശ്വാസവും ഈശ്വരനിൽ ആശ്രയം മാത്രമേ നമുക്ക് പിഴവുകളും പിണക്കങ്ങളുമെല്ലാം ഇല്ലാതെ ഇരിക്കാൻ ഒരാശ്രയമുള്ളൂ എന്ന് നല്ല പോലെ മനസ്സിലാക്കുക. ആ മഹാപാപം തീരണം ഒരു ഭാഗത്ത്, അതേ സമയത്ത് മഹർഷിയുടെ പുത്രൻ ശപിച്ച ശാപം നേരിടും വേണം. ഇത് രണ്ടും കൂടിയാണ് അദ്ദേഹം പ്രായോപവേശം അനുഷ്ഠിച്ച് ഗംഗാനദീ തീരത്തിൽ കിഴക്കോട്ട് തുമ്പായി ദർഭ വിരിച്ച് അതിൽ ആസനസ്ഥനായിരുന്നത്. പ്രായോപവേശം പരീക്ഷിത്ത് മാത്രമായാൽ അനുഷ്ഠിക്കാൻ പറ്റും. പക്ഷേ ആ പ്രായോപവേശം സഫലമാകണമെങ്കിൽ, കാര്യക്ഷമമാകണമെങ്കിൽ അതിന് അദ്ദേഹത്തിന് പരമാത്മതത്വകഥനം ധാരാളമായി കേൾക്കണം. ഇടവിടാതെ ഈ 7 ദിവസം ബാക്കിയുള്ള ദിവസം മുഴുവൻ കേൾക്കണം എന്നുണ്ടായിരുന്നു. ആ സമയത്താണ് പ്രകൃതി അവിടെ പിണച്ചത് ഒരു വിപരീത ഗൂഢാലോചനയാണ്. ഇവിടെയോ വളരെ അനുഗ്രഹകരമായിരിക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഫലമായി അവിടെ ശുകമഹർഷി വന്നു ചേർന്നു. പവിത്രമായ ഗംഗാനദീ തീരത്തിൽ ആ ഗംഗാജലത്തിൽ തട്ടിവരുന്ന വായു ശ്വസിച്ചുകൊണ്ടാണ് പരീക്ഷിത്ത് രാജാവ് ഇരിക്കുന്നത്. ആ വായു ശ്വസിക്കുമ്പോൾ തന്നെ ഏതാണ്ട് നമ്മുടെ പാപമൊക്കെ പോവും. അങ്ങനെ ഒരു നിലയ്ക്ക് പരിശുദ്ധമായി കഴിഞ്ഞിരുന്ന മഹാരാജാവിനെ പിന്നീട് ഉള്ളുകൊണ്ടും പവിത്രമാക്കി എല്ലാ വിധത്തിലും അമരനാക്കി തീർക്കാൻ വേണ്ടി വന്ന ആളാണ് ശുകമഹർഷി. ആ ശുകമഹർഷി അവിടെ ഇരുന്ന് ഇങ്ങനെ പറയണു, തത്വകഥനം നടത്തണു. പരീക്ഷിത്ത് മഹാരാജാവ് ഇങ്ങനെ ഇരുന്ന് കേൾക്കണു. 4 ഭാഗത്തും പണ്ഡിതന്മാരും ബ്രാഹ്മണരും തപസ്വികളും മഹർഷിമാരും പലരുമായി 4 ഭാഗത്തുമുണ്ട്. ആ കഥനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, കഥയല്ല. ആ കഥനത്തിലൂടെ സാധാരണ ഒരു പുരുഷായസ് കൊണ്ടോ ഒരു മനുഷ്യായസ് കൊണ്ടോ നേടിയെടുക്കാൻ സാധിക്കുന്ന തപസ്സും അനുഷ്ഠാനവും അതിൽ നിന്നുണ്ടാവുന്ന നേട്ടവും മേന്മയും എല്ലാം തന്നെ ഗ്രഹിക്കണം, കിട്ടണം. പരീക്ഷിത്ത് അവിടുന്ന് എഴുന്നേൽക്കാൻ പോകുന്നില്ല, ഒരിടത്തേക്കും പോയി ഒന്നും ചെയ്യുന്നില്ല. ഒരു ക്ഷേത്ര ദർശനമോ ഒരു തീർത്ഥസ്ഥാനത്തേക്ക് പോക്കോ കുളിയോ തേവാരോ ഒന്നും തന്നെ അവിടെ ഇല്ല. ഈ തത്വകഥനം വേണ്ടതുപോലെ കേട്ട് ആ കഥനം മുഴുവനും മനസ്സിൽ പരിപൂർണമായി ലയിപ്പിച്ച് അതിനെ സ്വാംശീകരിച്ചെടുത്ത് ആ സ്വാംശീകരണത്തിൻ്റെ പ്രഭാവത്താലും അതിൻ്റെ സ്വാധീനത്താലും വേണം പരീക്ഷത്തിൻ്റെ ഉദ്ദേശം നിറവേറാൻ. ഇതാണ് ഭക്തജനങ്ങളെ, ശ്രോതാക്കളെ, തത്വജിജ്ഞാസുക്കളെ പുരാണ കഥനത്തിൻ്റെ വിശേഷം. പുരാണം വാസ്തവത്തിലൊരു കഥയല്ല, അതൊരു തത്വകഥനമാണ്. ആ കഥനത്തിൻ്റെ അത്യുജ്വലമായ ഉദാത്തമായ പ്രാഗൽഭ്യം എത്രയാണെന്ന് പറയാൻ സാധിക്കില്ല. പരീക്ഷത്തിരുന്ന് കേൾക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ കേൾക്കാനായി പല വിഭവങ്ങളും ശുകമഹർഷി നൽകുന്നുണ്ട്. ആ പല വിഭവങ്ങളിലും പെട്ട ഒന്നാണ് പ്രഹ്ലാദൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടിയുടെ ആ സംഭവകഥ. ചെറുപ്പകാലം മുതൽക്ക് തന്നെ ഈ കുട്ടി വളരെയധികം ഹരിഭക്തിയുള്ളവനായിരുന്നു. പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ ന്യസ്ത ക്രീഡനകോ ബാലോ, ആ കളിക്കോപ്പുകളെല്ലാം വിട്ട് പെട്ടെന്ന് കണ്ണടച്ചിരിക്കുമത്രേ. നിങ്ങളുടെ കുട്ടികളെങ്ങാനും അങ്ങനെ ഇരിക്കുന്നുണ്ടോ? അപ്പോൾ അമ്മ പേടിച്ചു, കയാതു പേടി തോന്നി. എന്താണാവോ, വല്ല ബ്രഹ്മരക്ഷസോ പിശാചോ വന്ന് പിടിച്ചോ എന്ന് വിചാരിച്ച് ചാണവെള്ളം തെളിച്ചു, പശുവിൻ്റെ വാലുകൊണ്ട് വട്ടം ചുറ്റി ഇങ്ങനെ പലതും ചെയ്ത് പരിഭ്രമിച്ചിരുന്നു. പക്ഷേ കുട്ടിക്ക് സംഭവിക്കുന്നത് എന്താ? ഗോവിന്ദ പരിരംഭിത, ഗോവിന്ദ പരിരംഭിത. ഒന്ന് എല്ലാവരും കൂടി പറയൂ, ഗോവിന്ദ പരിരംഭിത, ഗോവിന്ദ പരിരംഭിത. ഗോഭിർ വേദവാക്യൈഹി വിന്ദത ഇതി ഗോവിന്ദ. വേദങ്ങളിലും വേദാന്തങ്ങളിലും പറയുന്ന സിദ്ധാന്തങ്ങളിലൂടെ, തത്വങ്ങളിലൂടെ, മൂല്യങ്ങളിലൂടെ, അതിൽ പറയുന്ന അനുഷ്ഠാനങ്ങളിലൂടെ, തത്വവിചാര മനനങ്ങളിലൂടെ മാത്രം നേടിയെടുക്കാൻ സാധിക്കുന്ന പരമതത്വമാണ് ഈ ഗോവിന്ദൻ ഗോവിന്ദൻ എന്ന് പറയുന്നത്. അദ്ദേഹം അതിസൂക്ഷ്മമായിരിക്കുന്ന ഒരു ചൈതന്യമാണ്, ഒരു പ്രഭാവമാണ്. ഈശ്വരൻ്റെ ആലിംഗനം നമുക്ക് കിട്ടുന്നത് അകത്താണ്, പുറത്തല്ല. ചതുർഭുജധാരിയായിരിക്കുന്ന ഒരു മഹാവിഷ്ണു നമ്മുടെ മുൻപിൽ വന്നു, നമ്മളെ കെട്ടിപ്പിടിച്ചു എന്നുള്ളതല്ല. അങ്ങനെ ഒരു മഹാവിഷ്ണു വന്ന് കെട്ടിപ്പിടിച്ചാൽ അത് ബാക്കിയെല്ലാം പോലെ ഒരു മായ മാത്രമാണ്.
ശരിയായിട്ടുള്ള ആലിംഗനം അകത്താണ്. അപ്പം അകത്ത് ഗോവിന്ദൻ ആലിംഗനം ചെയ്യുമ്പോൾ ആ കുട്ടി പെട്ടെന്ന് അങ്ങനെ കണ്ണടച്ചിരിക്കും അത്രേ. അങ്ങനെ വളർന്ന കുട്ടിയാണ്. എന്താ ആ കുട്ടിക്കൊരു തകരാറ്? അച്ഛൻ ഇഷ്ടപ്പെടുന്നതല്ല ചെയ്യുന്നത്, അച്ഛന് വിരോധമാണ്. അച്ഛന് മഹാവിഷ്ണു ബദ്ധ ശത്രുവാണ്. ആ വിഷ്ണുവിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഹിരണ്യകശിപു ബ്രഹ്മാവിനെക്കുറിച്ച് ഊർധ്വബാഹുർനഭോ ദൃഷ്ടി പാദാങ്കുഷ്ഠാശ്രിതാവനി, കൈയിങ്ങനെ പൊക്കിപ്പിടിച്ച് കാലിൻ്റെ തള്ളവിരലിൻ്റെ തുമ്പത്ത് മാത്രം നിന്നുകൊണ്ട് സൂര്യനെ നോക്കി തപസ് ചെയ്യുകയാണ് അദ്ദേഹം. അത്ര കഠിനമായ തപസ് ചെയ്ത് പുറ്റുവന്ന് മൂടി ബ്രഹ്മാവിന് സന്തോഷമായി. ആരും തന്നെക്കുറിച്ച് തപസ് ചെയ്യാറില്ല. വിഷ്ണുവിനെയും ശിവനെയും ഭജിക്കാനുള്ളവരുണ്ട്. നമുക്ക് ബ്രഹ്മാവായിട്ടൊരു ബന്ധവുമില്ല. കാരണം സൃഷ്ടിക്കപ്പെട്ടവരാണല്ലോ. ഇനി ബ്രഹ്മാവായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. ക്ഷേത്രം തന്നെ കുറവാണ്. ഒരു ക്ഷേത്രം എങ്ങാണ്ടേ ഉള്ളൂ ഭാരതത്തിൽ. ബ്രഹ്മാവിന് വലിയ സന്തോഷമായി വന്നു. കമണ്ടിൽ ജലമെടുത്ത് തെളിച്ചു, പുറ്റുമണ്ണൊക്കെ വീണു. ആവു, നിൻ്റെ തപസ് വളരെ വിശേഷമായിട്ടുണ്ടല്ലോ, എന്താ വേണ്ടേ ചോദിച്ചു. അപ്പോൾ ഒരു ലിസ്റ്റ് എഴുതി ഉണ്ടാക്കി. വരത്തിൻ്റെ അത് മുഴുവനും അനുവദിച്ചു, ഒരൊറ്റെണ്ണം പിടിച്ചു വച്ചില്ല. ആ ബ്രഹ്മാവിൻ്റെ വരപ്രസാദത്തിൻ്റെ ആ തിമിർപ്പിലും തിളക്കത്തിലുമാണ് മഹാവിഷ്ണുവിനെ നാമാവശേഷമാക്കാൻ, ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഹിരണ്യകശിപു തൻ്റെ കിങ്കരന്മാരെ എല്ലാവരെയും വാളും കുന്തവും കക്കോട്ടും കോക്കോട്ടും എല്ലാം കൂടി കൊണ്ടുപോയി ഛിന്തി ഭിന്തി ഛിന്തി ഭിന്തി ഛിന്തി ഭിന്തി എന്നും പറഞ്ഞു പോയി സർവ്വസ്ഥലവും നശിപ്പിച്ചു തുടങ്ങി. ഹിരണ്യകശിപുവിൻ്റെ കാലമായിരുന്നെങ്കിൽ ഈ സത്രശാലിയും അവർ തട്ടി തകർത്തിട്ടുണ്ടാവും. എല്ലാ ദിക്കിലും തപസ് എവിടെയുണ്ടോ, ക്ഷേത്രം എവിടെയുണ്ടോ അവിടെയൊക്കെ നാമം ജപിക്കണ കണ്ടാൽ അവരുടെ വായിൽ ചാണം കൊഴിക്കും, ചാണം കൊണ്ടിടും. അങ്ങനെയുള്ളൊരു സ്വഭാവമായിരുന്നു. പൊറുതിമുട്ടിയിട്ടാണ് പോയത്, മഹാവിഷ്ണുവിനെ ഉറക്കിയത്. പാൽക്കടലിൽ അദ്ദേഹം അനന്തശയനം അങ്ങനെ ശയിച്ചിരിക്കുക. എന്താ കുഴപ്പം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത്, വലിയ ബുദ്ധിമുട്ടായല്ലോ, എൻ്റെ തന്നെ വലതു കൈയാണ് ബ്രഹ്മാവ്, അദ്ദേഹം നൽകിയിട്ട തപസ്സിൻ്റെ പ്രഭാവത്തിലാണ് ഹിരണ്യകശിപു ഇതൊക്കെ ചെയ്യണത്. ആ വരത്തിന് പ്രസാദത്തിന് ശക്തിയില്ല എന്ന് പറയുന്നത് ശരിയാവില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കൂ, ഞാൻ വേണ്ട നടപടിയെടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് പ്രഹ്ലാദൻ്റെ ജനനം. അപ്പോൾ എത്ര കൊല്ലം കഷ്ടപ്പെട്ടു? നിങ്ങൾ അത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. കുറേ കൊല്ലം കഴിഞ്ഞിട്ടാണ് പ്രഹ്ലാദൻ്റെ ജന്മം. അപ്പോൾ എപ്പോൾ നോക്കിയാലും ഹരിഭക്തനാണ്. ഹരേ 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 മുകുന്ദ കൃഷ്ണ വാസുദേവ ഗോവിന്ദ എന്നിങ്ങനെ എപ്പോഴും പറയും അത്രേ. ഹരേ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആര്? പ്രഹ്ലാദൻ. അച്ഛനോ അത് കേൾക്കാൻ പറ്റില്ല. കാതിൽ ഈയമുരുക്കി ഒഴിക്കുന്നത് പോലെയാണ് ഹരിശബ്ദം ഹിരണ്യകശിപുവിന്. അത് കേൾക്കാൻ വയ്യാതെ നിവൃത്തിയില്ല. എന്നാലും പൊന്നു മോനല്ലേ, തൻ്റെ അരക്കെട്ടിൽ നിന്ന് ജനിച്ച കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് ചണ്ടാമർക്കന്മാരെ വിളിച്ച് ഈ കുട്ടിയെ വേണ്ടതുപോലെ പഠിപ്പിക്കണേ. അവൻ്റെ ഉള്ളിൽ ഹരിഭക്തിയുണ്ട്, ആ ഭക്തി മുഴുവനും നിങ്ങൾ പിഴുതെടുത്ത് കളയണം. എന്നിട്ട് അച്ഛൻ പിതൃഭക്തി സ്ഥാപിക്കണം അതിൽ എന്ന് പറഞ്ഞയച്ചു. അവരൊക്കെ പരിശ്രമിച്ചതിന് ശേഷം പഠിപ്പിച്ചു കൊന്നു. അപ്പോൾ ഹിരണ്യകശിപു വാത്സല്യത്തോടു കൂടി കുട്ടിയെ മടിയിലിരുത്തി. നിങ്ങൾ വിദൂരത്തിലേക്ക് വല്ല പഠന കേന്ദ്രങ്ങളിലേക്കും പറഞ്ഞയച്ച കുട്ടി തിരിച്ചു വരുമ്പോൾ മടിയിലിരുത്തി എന്താ മോനെ പഠിച്ചത് എന്ന് ചോദിക്കാറുണ്ടോ? വേഗം കാപ്പി ഉണ്ടാക്കി കൊടുക്കും, പെപ്പറുമുണ്ടും കൊടുക്കും, അടുത്ത കടയിൽ നിന്ന് കുറേ മധുരപലഹാരമൊക്കെ മേടിച്ചു കൊടുക്കും. ഹിരണ്യകശിപു അതൊന്നും ചെയ്തില്ല. മടിയിലിരുത്തി കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, ഗുരുനൈവം പ്രതിപ്രോക്തോ ഭൂയ ആഹാസുരസ്വതം, നീ പഠിച്ചതിൽ ഏറ്റവും നല്ല വിഷയം എന്താണ് എന്ന് ചോദിച്ചു. ധാരാളം വിഷയങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടല്ലോ, അതിലേറ്റവും നല്ലത് എന്താണെന്ന് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതാ ഭാഗവതത്തിൻ്റെ സന്ദേശമാണ് കൊച്ചു 7 വയസ്സായ പ്രഹ്ലാദൻ്റെ മുഖത്തിലൂടെ. തത്സാധുമന്യേ അസുരവര്യദേഹിനാം സദാ സമുദ്വിഗ്നധിയാം അസദ്ഗ്രഹാത് ഹിത്വാത്മപാതം ഗൃഹമന്ധകൂപം വനം ഗതോ യദ്ധരിമാശ്രയേത. ഏറ്റവും വിശേഷപ്പെട്ട ഒരു ശ്ലോക. നിങ്ങളിതൊക്കെ എഴുതി വെച്ച് അടുക്കളയിലും ഡ്രോയിങ് റൂമിലും കിടപ്പുമുറിയിലൊക്കെ എഴുതി വയ്ക്കേണ്ട ശ്ലോക. തത്സാധുമന്യേ അസുരവര്യദേഹിനാം സദാ സമുദ്വിഗ്നധിയാം അസദ്ഗ്രഹാത് ഹിത്വാത്മപാതം ഗൃഹമന്ധകൂപം ഗൃഹം ഗതോ വനം ഗതോ യദ്ധരിമാശ്രയേത. ഈ ഗൃഹസ്ഥന്മാരുണ്ടല്ലോ, സാധാരണ വീട്ടുകാരെല്ലാവരും, ദേഹികളെല്ലാവരും തന്നെ, അവർക്ക് എൻ്റെ അഭിപ്രായത്തിൽ എന്നെ പഠിപ്പിച്ചത് ഇതാണ്. തത് സാധുമന്യേ, അതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഞാൻ പരിഗണിക്കുന്നത്. ആരോട് പറയുന്നു? മകൻ അച്ഛനോട് പറയുക. നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ വല്ല കുട്ടികളും ജനിച്ചിട്ടുണ്ടോ? ഇന്ന് മുതൽക്ക് കൊതിച്ചോളൂ.
അതിനുവേണ്ടി കൊതിച്ചോളൂ ഇങ്ങനെയുള്ള കുട്ടികൾ, പേരക്കുട്ടികളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടാവാനായിട്ട്. തത്സാധുമന്യേ അസുരവര്യദേഹിനാം സദാ സമുദ്വിഗ്നധിയാം അസദ്ഗ്രഹാത്. നശിക്കുന്ന വസ്തുക്കളെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പുണർന്ന്, അത് സിൽവർ ഹോഴ്സായ എന്താ, ജ്വൽ ഹോഴ്സായ ഇപ്പം എന്താ, ഒക്കെ നശിക്കുന്ന വസ്തുക്കളാണ്. അതിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതായ ദേഹികളുണ്ടല്ലോ, അവർക്ക് ഏറ്റവും നല്ലത് മനസ്സും ഹൃദയവും ഉന്നമന ഹേതു എന്താണെന്ന് വെച്ചാൽ ഹിത്വാത്മപാദം ഗൃഹമന്ധകൂപം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഹിത്വ ആത്മപാദം ഗൃഹമന്ധകൂപം. ഗൃഹത്തിനുള്ള പേരെന്താ? പ്രഹ്ലാദനും വേദവ്യാസ മഹർഷിയും ഭാഗവതവും നൽകുന്നത് അന്ധകൂപം, പൊട്ടക്കിണർ. അതുകൊണ്ട് അതിൽ കുപ്പിച്ചില്ല്, കരികല്ല്, സർവ്വസാധനങ്ങളും എഴുതിയിട്ടുണ്ടാവും. വെള്ളത്തിൽ വീണാലും സമാധാനമുണ്ട്, പൊട്ടക്കിണറ്റിൽ വീണാലോ പിന്നെ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അന്ധകൂപം ഗൃഹം. ആ ഗൃഹമായിരിക്കുന്ന അന്ധകൂപത്തെ വിട്ട് വനം ഗതോ യദ്ധരിമാശ്രയേത. നിങ്ങളോട് എല്ലാവരോടും ഈ 9-10 ദിവസം സത്രശാലയ്ക്ക് വന്ന് അല്ലലില്ലാതെ അലട്ടില്ലാതെ ഈ സത്രത്തിൽ നടക്കുന്ന തത്വകഥനം ഒന്ന് കേൾക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കതിന് വിലയില്ലാവോ? ഇല്ല. നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ വരാത്തവർക്കില്ല. അപ്പോൾ വരാത്തവർക്കില്ല. അതെന്താ കാരണം? ഇത് വനം പോലെ ഒരു അന്തരീക്ഷ. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഈ സത്രശാലയിൽ വന്നാൽ അറിയേണ്ട ആവശ്യമില്ല. അത്യാവശ്യം പ്രകൃതിയുടെ ആഹ്വാനങ്ങൾ, അതിന് മറുപടി പറയാൻ വേണ്ടി ആശ്വാസന സ്ഥലത്ത് ചെല്ലുക, ഊണ് കഴിക്കുക, ഭക്ഷണം കഴിക്കുക, വരിക, ഇരിക്കുക, പോകുക, ഇവിടെ തന്നെ. ഒന്ന് കഴിഞ്ഞാൽ വേറെ ഒന്നിങ്ങനെ തത്വകഥനം കേട്ടുകൊണ്ടിരിക്കുക. കാട്ടിലേക്ക് പോയി കഠിനമായ തപസ് അല്ലെങ്കിൽ ഉത്തമമായ തപസ് ചെയ്തിട്ടുള്ളതായ ഒരു ഫലമാണ് ഈ സത്രശാലയിൽ ഉണ്ടാവുന്നത്. അതിനാണ് ഇങ്ങനെ 10 ദിവസം ഞങ്ങൾ തുടരെയായിട്ട് ഏർപ്പെടുത്തുന്നത്. ഹിത്വ ആത്മപാദം ഗൃഹമന്ധകൂപം വനം ഗതോ യദ്ധരിമാശ്രയേത. തൻ്റെ മകൻ, തൻ്റെ അരക്കെട്ടിൽ നിന്ന് ജനിച്ച മകൻ തൻ്റെ ശത്രുവിനെ ഭജിക്കണം എന്ന് പറയുന്നു. ഈ രാജധാനിയിലും ഗൃഹത്തിലും ഇരിക്കുന്നത് ശരിയല്ല. ഇതൊക്കെ വിട്ട് വനത്തിൽ ചെന്ന് ശ്രീഹരിയെ ആശ്രയിച്ച് ഭജിക്കണം എന്ന് മകൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ അച്ഛൻ എന്താ ചെയ്യുക? വിറച്ചു, തൊണ്ട വിറച്ചു, കൈകാലുകൾ പ്രകമ്പനം കൊണ്ടു, മനസ്സ് കിടിലം കൊണ്ടു, ദീർഘശ്വാസം വന്നു, സഹിച്ചില്ല. എന്നാലും ഒരിക്കൽ കൂടി പരീക്ഷിക്കാം എന്ന് പറഞ്ഞ് പ്രഹ്ലാദനെ പറഞ്ഞയച്ചു. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പ്രത്യേക ശുശ്രൂഷയുണ്ട്, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് രണ്ടാമതും പ്രഹ്ലാദൻ വന്നു. മടിയിലിരുത്തി ഒരു ചുംബനമൊക്കെ കൊടുത്ത് ചോദിച്ചു, പ്രഹ്ലാദാനൂച്യതാം താത സ്വധീതം കിഞ്ചിതുത്തമം കാലേനൈതാവതായുഷ്മൻ യദശിക്ഷത് ഗുരോർഭവാൻ. ഇത്ര കാലം കഴിഞ്ഞുവല്ലോ, നീ ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ എന്താ പഠിച്ചത്? ഒന്ന് നല്ല പോലെ പറഞ്ഞു തരൂന്ന്. അപ്പോൾ പ്രഹ്ലാദൻ പറയണത് എന്താ? വളരെ പ്രസിദ്ധമാണ്. ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. ഭക്തി എന്ന് പറയുന്ന നിഷ്ഠയുടെ വിവിധ വശങ്ങളാണിത്. അത് എവിടുന്നാണ് തുടങ്ങുന്നത്? ശ്രവണം കീർത്തനം വിഷ്ണോ. ആദ്യമായിട്ട് മഹാവിഷ്ണുവിനെപ്പറ്റി, ശ്രീഹരിയെപ്പറ്റി, പരമാത്മാവായി പരമകല്യാണ നിധിയായിരിക്കുന്ന ഭഗവാനെപ്പറ്റി കേൾക്കുക. ആ ശ്രവണം നിങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ട്. കീർത്തനം ചെയ്യാൻ ഭൂമാനന്ദ സ്വാമിജി പറയുമ്പോഴോ അപ്പം നിങ്ങളുടെ ഉള്ളിൽ വേറെ ഒരു വ്യക്തിത്വമാണ്. ആ കേൾക്കുന്ന രുചിയോടുകൂടി അതേപോലെ നിങ്ങൾക്ക് കീർത്തനം ചെയ്യാനും പറ്റണം. അത് സാധിക്കുന്നില്ല. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം. ഇവിടുന്ന് എണീറ്റ് പോയാലും വീട്ടുകാര്യങ്ങളിൽ വ്യഗ്രരായാലും നിങ്ങൾ സ്മരിക്കണം. പാദസേവനം, ഈശ്വരൻ്റെ പാദങ്ങളെ സേവിക്കുക. അത് പൂജാരൂപത്തിലാവാം, അല്ലെങ്കിൽ മനസ്സിൽ പാദസേവനമാണ് എല്ലാം എന്ന് വിചാരിച്ച് നടത്തണം. അർച്ചനം വന്ദനം ദാസ്യം, അതാണ് ഇതൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അർച്ചനം വന്ദനം. അത് കഴിഞ്ഞാൽ ഈശ്വരൻ്റെ ദാസനാണ്, ഞാൻ ചെയ്യുന്നത് മുഴുവനും ഈശ്വരന് കൈങ്കര്യമാണ് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവണം. അർച്ചനം വന്ദനം ദാസ്യം സഖ്യം. ശ്രദ്ധിച്ചോളൂ. പിന്നെ നമുക്ക് തോന്നേണ്ടത് എന്താ? ഈശ്വരൻ എൻ്റെ സഖാവാണ്, സ്നേഹിതനാണ്. ഒരു മിത്രനോട്, ആപ്തമിത്രത്തിനോട് എങ്ങനെ പെരുമാറുമോ അതേമാതിരി പറയേണ്ടതെല്ലാം പറഞ്ഞ് കേൾപ്പിക്കേണ്ടതെല്ലാം കേൾപ്പിച്ച് ഈശ്വരന് ശാസ്ത്രത്തിലൂടെ പറയാനുള്ളതെല്ലാം കേട്ട് അങ്ങനെ സഖ്യം, അതാണ് പിന്നെ കൊണ്ടാടുന്നത്. അതും കഴിഞ്ഞാലോ പിന്നെ ഒരു ദിവസം കയ്യും വീശിച്ചെന്ന് ആത്മനിവേദനം. എൻ്റെ ഭഗവാനെ, പൊന്നു ഭഗവാനെ, ഈ ലോകത്തിൽ അങ്ങയല്ലാതെ ഒന്നുമില്ല. എൻ്റെ ശരീരം അങ്ങയുടേതാണ്, മനസ്സും ബുദ്ധിയും അഹങ്കാരവും എല്ലാം അങ്ങയുടെ.
ഞാൻ ചവിട്ടി നടക്കുന്നത്, നിൽക്കുന്നത്, നടക്കുന്നത്, കിടക്കുന്നത് എല്ലാം തന്നെ ഈ ഭൂമി അങ്ങയുടെ. ശ്വസിക്കുന്ന വായു ഭഗവാന്റെയാണ്, കുടിക്കുന്ന ജലം ഭഗവാന്റെയാണ്, കഴിക്കുന്ന ഭക്ഷണം ഭഗവാന്റെയാണ്, സൂര്യൻ്റെ രശ്മികളും ചന്ദ്രൻ്റെ രശ്മികളും നക്ഷത്ര കിരണങ്ങളും എല്ലാം തന്നെ ഭഗവാന്റെയാണ്. അതുകൊണ്ട് എൻ്റെ ഒന്നുമില്ലേ, ഇല്ലേ, ഒരിക്കലും ഇല്ലേ, ഉണ്ടായിട്ടുമില്ലേ എന്ന് പറഞ്ഞ് ഒരു നിവേദനം, ഒരു ആത്മസമർപ്പണം, അതുവരെയാണ് ഈ ഭക്തി ചെന്നെത്തുന്നത്. ഇത് കഴിഞ്ഞ് കുറേ സംസാരിച്ചു. ഞാൻ ഒരു ശ്ലോകമേ പറഞ്ഞുള്ളൂ. ഹിരണ്യകശിപുവിൻ്റെ അസഹിഷ്ണുത സഹിക്കാൻ വയ്യ. അദ്ദേഹം വിറച്ചു. രണ്ടാമതും കൊണ്ടുപോയി ചണ്ടാമർക്കന്മാർ പണിപ്പെട്ട് പഠിപ്പിച്ചതിന് ശേഷവും എൻ്റെ കുട്ടി പറയണത് മഹാവിഷ്ണുവിനെ സ്മരിക്കണം, പൂജിക്കണം, ദാസനായി ജീവിക്കണം എന്നാണ്. ഞാൻ അവനടക്കം എല്ലാവരും എൻ്റെ ദാസന്മാരാകണം എന്നാണ് എൻ്റെ വിചാരം. ഇവിടെ പറയണു എൻ്റെ മകൻ ഹരിയുടെ ദാസന്മാരാണ് എല്ലാവരും, അച്ഛനടക്കം. ഇതെങ്ങനെ സഹിക്കും? ആരാ ഇങ്ങനെ, ഈ കുട്ടി എവിടുന്നാണ് അവനിങ്ങനെ കിട്ടിയത് ഇങ്ങനെ സംസാരിക്കാൻ? ഹരിഭക്തി എവിടുന്നുണ്ടായി എന്ന് പറഞ്ഞ് ഷണ്ടാമർക്കന്മാരുടെ നേരെ തുറച്ചു നോക്കി ശകാരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങളാരും പറഞ്ഞു കൊടുത്തതല്ലേ എൻ്റെ പൊന്നു തമ്പുരാനെ, നൈസർഗികീയം മതിഹി. ആ കുട്ടിക്ക് ഞങ്ങളാരും പറഞ്ഞു കൊടുത്തു വന്നതല്ല. ന മത്പ്രണീതം ന പരപ്രണീതം. ഞാൻ പറഞ്ഞു കൊടുത്തതോ ഞങ്ങളുടെ അഭാവത്തിൽ വേറെ ആരെങ്കിലും ആചാര്യന്മാർ നുഴഞ്ഞു കയറി ഉപദേശിച്ചതോ അല്ല. ആ കുട്ടിക്ക് സ്വതസിദ്ധമായി, നൈസർഗികമായി, നാച്ചുറലായി, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ നാച്ചുറൽ പ്രൊപ്പൾഷൻ, എ നാച്ചുറൽ ഇൻസ്പിരേഷൻ, എ നാച്ചുറൽ ഐഡൻറ്റിറ്റി ഫോർ ഹിം. അദ്ദേഹത്തിൽ സ്വാഭാവികമായി ജനിക്കുന്നതാണ്. ന മത്പ്രണീതം ന പരപ്രണീതം സുതോ വദത്യേഷ തവേന്ദ്രശത്രോ നൈസർഗികീയം മതിരസ്യ രാജൻ നിയച്ഛമന്യും കദദാസ്മമാനഃ. അങ്ങയുടെ കോപം അങ്ങ് അടക്കണം, ഞങ്ങളെ കുറ്റം പറയരുത്. കുട്ടി ഞങ്ങളുടെയല്ല, അങ്ങയുടെ കുട്ടിയാണ്, അങ്ങയുടെ രക്തബീജത്തിൽ നിന്നുണ്ടായതാണ്. ആ കുട്ടിയുടെ സ്വഭാവത്തിന് ഞങ്ങളെ എന്തിനു പഴിക്കണു? അതുകൊണ്ട് അടക്കൂ എന്ന് പറഞ്ഞു അത്രേ. ഗുരുണൈവം പ്രതിപ്രോക്തോ ഭൂയ ആഹാസുരസുതം നചേത് ഗുരുമുഖീയം തേ കുതോ അഭദ്രാസതീമതി. മകൻ്റെ നേരെ തിരിഞ്ഞ് ചോദിക്കുകയാണ്. ഗുരുണൈവം പ്രതിപ്രോക്തോ ഭൂയ ആഹാസുരസുതം നചേത് ഗുരുമുഖീയം തേ. ഗുരുവിൻ്റെ മുഖത്തിൽ നിന്നല്ല നീ ഹരിഭക്തി, ഈ ആശ്രയബുദ്ധി പഠിച്ചത് എന്നുണ്ടെങ്കിൽ എവിടുന്നാടാ നിനക്കിത് കിട്ടിയത് എന്ന്? എവിടുന്നാടാ നിനക്കിത് കിട്ടിയത്? അപ്പം പ്രഹ്ലാദൻ പറയാണ്, മതിർന്ന കൃഷ്ണേ പരധസ്വതോ വാ മിഥോഭിപദ്യേത ഗൃഹവ്രതാനാം അദാന്തഗോഭിഃ വ്രജതാം തമിശ്രം പുനഃ പുനശ്ചർവിതചർവണാനാം. ദാ നിങ്ങളുടെ എല്ലാവരുടെയും സ്ഥിതിയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. മതിർന്ന കൃഷ്ണേ പരധസ്വതോ വാ മിഥോഭിപദ്യേത ഗൃഹവ്രതാനാം. രാജധാനി ആയാലും ഹിരണ്യകശിപു ഗൃഹസ്ഥനാണല്ലോ. ഈ ഗൃഹസ്ഥന്മാർ വൻ മാളിക, മണിമാളിക കെട്ടി 7-ാമത്തതോ 12-ാമത്തതോ 32-ാമത്തതോ തലത്തിലിരുന്നാലും ഒക്കെ ഗൃഹസ്ഥന്മാരാണ്. അവരുടെ വ്രതം എന്താ? അവർക്കൊരു വ്രതമുണ്ട്. എന്താ വ്രതം എന്നറിയോ? ഗൃഹവ്രതം. കേട്ടില്ല? ഗൃഹമാണ് അവരുടെ വ്രതം. അത് തുടച്ച് വെടുപ്പാക്കുക, അതിലത്തെ ആ ഡ്രോയിങ് റൂമൊക്കെ ഭംഗിയായിട്ട് വയ്ക്കുക, എല്ലാവരും വരുമല്ലോ എന്ന് വിചാരിക്കുക, ഇടയ്ക്കിടയ്ക്ക് സോഷ്യലൈസ് ചെയ്യാനായിട്ട് പാർട്ടി വിളിക്കുക. ആ പാർട്ടിയിൽ എന്താ? വെറും ഭക്ഷണമൊന്നുമല്ല, പ്രത്യേക പാനീയങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ വിളിച്ച് എന്തിനാ ഇതൊക്കെ ചെയ്യണത്? ഞാൻ കഴിക്കാറില്ല, ബാക്കിയുള്ളവർക്ക് കൊടുക്കുക. എന്തായി ബാക്കിയുള്ളവർക്ക് കൊടുക്കണേ? അല്ലെങ്കിൽ എനിക്ക് പേരുണ്ടാവില്ല. പിന്നെ ടെലിഫോണിലൊക്കെ സംസാരിക്കും. എന്താ സംസാരിക്കുക? ഒരൊറ്റ വാക്ക് ഈശ്വരൻ്റെയോ മഹാവിഷ്ണുവിൻ്റെയോ ഉണ്ടാവില്ല. ഒക്കെ അവരുടെ ചങ്ങാതിമാർ, കുട്ടികൾ, അവിടെ നടന്നത്, പൂച്ച പെറ്റത്, പട്ടി പറയാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ സംസാരിക്കുക. നല്ല കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. അങ്ങനെ ഗൃഹവ്രതാനാം, അങ്ങനെയുള്ളവർക്ക് അദാന്തഗോഭിഃ വ്രജതാം തമിശ്രം. ഈ പദങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ഗ്രഹിക്കണം. അദാന്തഗോഭിഃ, എത്ര തിന്നാലും അവർക്ക് തീറ്റയിലുള്ള രുചി നിൽക്കുന്നില്ല, പിന്നെയും അവർക്ക് തിന്നണം. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, എത്ര സുഖം അനുഭവിച്ചു കഴിഞ്ഞാലും അവർക്ക് തൃപ്തി വരണില്ല. വ്രജതാം തമിശ്രം, അവർ ഭജിക്കുന്നത് അജ്ഞാനത്തെയും അവിവേകത്തെയും അന്ധതയെയുമാണ്. പുനഃ പുനശ്ചർവിതചർവണാനാം. ഇന്നലെ കണ്ടു, ഇന്നലെയും കണ്ടു, മിനിഞ്ഞാന്നും കണ്ടു, നാളെയും കാണും. ഈ കണ്ട തന്നെയാണ് കാണുന്നത്, തിന്നത് തന്നെയാണ് തിന്നണത്, കേൾക്കണത് തന്നെയാണ് കേൾക്കണത്. പുനഃ ചർവിതചർവണാനാം.
അപ്പോൾ അവരുടെ കുട്ടികളുടെ കാര്യം, കുടുംബാംഗങ്ങളുടെ കാര്യം, മറ്റുള്ളവരുടെ കാര്യം, ഇങ്ങനെ ഗൃഹകാര്യങ്ങൾ മാത്രമേ ഇന്ദ്രിയോദ്ദീപനങ്ങളായിട്ടുള്ളത് മുഴുവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവർ നതേ വിദുഹു സ്വാർത്ഥഗതിം ഹി വിഷ്ണും. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? കഷ്ടേ പാവം. നതേ വിദുഹു, അവരറിയുന്നില്ല എന്ത്? സ്വാർത്ഥഗതിം ഹി വിഷ്ണും. ആ വാക്കെഴുതിയതിന് വേദവ്യാസർക്ക് പ്രത്യേക സമ്മാനം കൊടുക്കണം. സ്വാർത്ഥം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതും താൻ ആവശ്യപ്പെടുന്നതുമാണ് സ്വാർത്ഥം. നമ്മുടെ മലയാളത്തിൽ സ്വാർത്ഥ ശബ്ദത്തിന് സ്വാർത്ഥം കൂടിയവനവൻ എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ അതല്ല. തനിക്ക് തൻ്റെ ജന്മം സഫലമാകാനും സൗഭാഗ്യം പൂർണ്ണമാകാനും വേണ്ടി എന്ത് വസ്തുവാണോ, എന്ത് ലാഭമാണോ പ്രയോജനപ്പെടുക, അതിനെപ്പറ്റി അവർക്കറിയില്ല. മനുഷ്യന് ഏറ്റവും വലിയ സ്വാർത്ഥം പരമാത്മാവ് തന്നെയാണ്. ആത്മാവിന് വേണ്ടിയാണ് നാം എല്ലാറ്റിനെയും സ്നേഹിക്കുന്നത്. നതു പുത്രസ്യ കാമായ പുത്ര പ്രിയോ ഭവതി, ആത്മനസ്തു കാമായ പുത്ര പ്രിയോ ഭവതി. എൻ്റെ പുത്രൻ എന്ന് പറഞ്ഞിട്ടാണ് നാം പുത്രനെ സ്നേഹിക്കുന്നത്. എൻ്റെ പുത്രൻ എനിക്കെതിരായ പിന്നെ ആ പുത്രസ്നേഹം അവിടെ ഉണ്ടാവില്ല. ഇപ്പം ഹിരണ്യകശിപുവിനുണ്ടോ? നിങ്ങളുടെ സ്ഥിതി എന്താ? കൂടുതൽ മെച്ചമുള്ളതാ? അതന്നെ, അതിലും മോശ. നദേ വിദുസ്വാർത്ഥഗതിം ഹി വിഷ്ണും. തനിക്ക് ഏറ്റവും വലിയ ലാഭം തരാനുള്ളത് മഹാവിഷ്ണുവാണ് എന്നവർ അറിയുന്നില്ല. ദുരാശയായേ ബഹിരർത്ഥമാലിനഃ. അവരുടെ മനസ്സിൽ ദുഷ്ടമായിരിക്കുന്ന ആശകൾ, അത്യാഗ്രഹങ്ങളും അനാവശ്യ കാര്യങ്ങളിൽ താത്പര്യങ്ങളുമാണ്. അന്ധാ യഥാന്ധൈരുപനീയമാന. കുരുടന്മാർ വേറെ കുരുടൻ വന്ന് നയിച്ചുകൊണ്ട് പോവുക. എൻ്റെ കയ്യെ പിടിച്ചോളൂ, പിടിച്ചു. ആര് കയ്യെ പിടിക്കാൻ വിരൽ കൊടുത്തോ ആ ആളും അന്ധനാണ്, കുരുടനാണെന്ന് ഈ പാവം ഈ കുരുടനെ അറിയില്ല. ഞാൻ തന്നെ കൊണ്ടുപോവാടോ, പിടിച്ചോളുക, പിടിച്ചു. പക്ഷേ വിരൽ കൊടുത്ത ആളും കുരുടനാണെന്നുള്ളത് അവർക്കറിയില്ലല്ലോ. അന്ധായഥാന്ധൈരുപനീയമാന വാചീശതന്ത്യാം ഉരുതാം നിബദ്ധാഃ. ഇതെന്തിൻ്റെ വിമർശനമാണെന്നറിയോ? വേദങ്ങളിൽ പല വിധത്തിലുള്ള കർമ്മവിധികളുണ്ട്. ആ കർമ്മങ്ങളെല്ലാം ചെയ്താൽ നമുക്ക് സ്വർഗം കിട്ടും, പ്രജാപതി ലോകം കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. പുഷ്പം മാത്രമേ ഉള്ളൂ. പലാശകുസുമം പോലെ ഫലമില്ല. മരിച്ചു പോയതിന് ശേഷം എന്ത് കിട്ടിയില്ല എന്ന് പറയാൻ ഇന്നേ വരെ ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ? ഇനി വരുമോ? നിങ്ങളൊക്കെ ചെയ്ത് മരിച്ചു പോയാൽ നിങ്ങൾ തിരിച്ചു വരുമോ? ഒരു ടെലിഗ്രാം എങ്കിലും അയക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പം പിന്നെ എന്താ ആ പറഞ്ഞതൊക്കെ അങ്ങനെ കേട്ടിരിക്കുകയാണ്. അന്ധായഥാന്ധൈരുപനീയമാനാഃ വാചീശതന്ത്യാം ഉരുതാം നിബദ്ധാഃ. അശ്വമേധയാഗം, ബലിവൈശ്വദേവം, അഗ്നിഹോത്രം, ദർശം, പൗർണമാസ്യം എന്ന് തുടങ്ങി പല വിധത്തിലുള്ള കർമ്മവിധികളുണ്ട്. ഈ കർമ്മവിധികളൊക്കെ ഓരോ തരത്തിലുള്ള ചരടാണ്. അങ്ങനെ 100 കണക്കിലുള്ള ചരട് കൊണ്ട് വരിഞ്ഞ് കെട്ടി ഇവർ അന്ധന്മാരായിരിക്കുക. അവർക്ക് എന്തെങ്കിലും ഒരു മോചനം വരണമെങ്കിൽ, അവർക്ക് എന്തെങ്കിലും ഒരു മോചനം, ഒരു വ്യതിയാനം വരണമെങ്കിൽ നൈഷാം മതിസ്താവദുരുക്രമാഘ്രിം സ്പൃശത്യനർത്ഥാപഗമോ യദർത്ഥഃ മഹീയസാം പാദരജോഭിഷേകം നിഷ്കിഞ്ചനാനാം ന വൃണീതയാവത്. ഏറ്റവും വിലമതിക്കേണ്ട ഒരു ശ്ലോകമാണിത്. നൈഷാം മതിഹി. ഇങ്ങനെയുള്ള ഗൃഹസ്ഥന്മാർ, അന്ധകൂപത്തിൽ കിടന്ന് ഉഴലുന്ന കുരുടന്മാരാൽ നയിക്കപ്പെട്ട കുരുടന്മാർ എന്ന് പറയുന്ന ഈ ഗൃഹസ്ഥന്മാരുണ്ടല്ലോ, അവർക്ക് എപ്പോഴാണ് മോചനം എന്ന് ചോദിച്ചാൽ അവരുടെ മനസ്സ് താവദുരുക്രമാഘ്രിം സ്പൃശത്യനർത്ഥാപഗമോ യദർത്ഥഃ. എല്ലാവിധത്തിലുള്ള അനർത്ഥങ്ങളെയും അപകടങ്ങളെയും ദുരന്തങ്ങളെയും ദുർവിധികളെയും തുടച്ചു മാറ്റാനുള്ള ഒരു ഭഗവത് പാദമുണ്ട്. ആ ഭഗവാന്റെ പാദങ്ങളെ അവരുടെ മനസ്സ് തൊടുന്നതുവരെ, അത് തൊടാനായിട്ട് എന്തു വേണം? ഭഗവാനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങൾ, തത്വജ്ഞാനികൾ, മഹർഷിമാർ, സന്യാസിമാർ, സാധു മഹാത്മാക്കളുണ്ട്. അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയാൽ മാത്രമേ ഈ കാര്യങ്ങൾ പറയാനും കേൾക്കാനും നമുക്ക് സാധിക്കുള്ളൂ. ഗൃഹസ്ഥന്മാർ തമ്മിൽ കൂടിയാൽ അവരുടെ വർത്തമാനം മാത്രമേ പറയുള്ളൂ, വേറെ ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഗൃഹസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് മതിർ ന കൃഷ്ണേ പരതസ്വതോവ എന്ന് പറഞ്ഞല്ലോ. തന്നെത്താനെ ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ജനിച്ച കുട്ടിക്ക് ഇങ്ങനെയുള്ള ബുദ്ധി ഉണ്ടാവാൻ വിഷമമാണ്. ഇനി ബാക്കിയുള്ള ഗൃഹസ്ഥന്മാർ പറഞ്ഞു കേൾപ്പിച്ചുണ്ടാവുമോ ചോദിച്ചാൽ അതും ബുദ്ധിമുട്ടാണ്. അതിനെന്തെങ്കിലും ഒരു മാറ്റം വരണമെങ്കിൽ മഹീയസാം പാദരജോഭിഷേകം നിഷ്കിഞ്ചനാനാം ന വൃണീതയാവത്. ഇവിടെ നിഷ്കിഞ്ചനന്മാരായി ചിലരുണ്ട്. ഒന്നും എൻ്റെ അല്ല എന്നുള്ള അനുഭവം, ബോധ്യം വന്നിട്ടുള്ളവർ. എൻ്റെ ശരീരമടക്കം, ഈ പഞ്ചഭൂതങ്ങളടക്കം
എൻ്റെ മനസ്സും ബുദ്ധിയും അഹങ്കാരവും അടക്കം ഇവിടെ ഒന്നും എൻ്റേതല്ല, എല്ലാം പ്രകൃതി നിർമ്മിതമാണ്, പരമേശ്വരൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്നിങ്ങനെ വിചാരിച്ച് ഒന്നും എൻ്റെ അല്ലേ, ഒന്നും എൻ്റെ അല്ലേ, എൻ്റെ എന്ന് പറയാൻ ഒന്നുമില്ല, എന്തെങ്കിലും കുറച്ചുണ്ടെങ്കിൽ ആ ആൾ കിഞ്ചനനാണ്, അതും പോലും ഇല്ലെങ്കിൽ നിഷ്കിഞ്ചനന്മാരായി. അങ്ങനെ നിഷ്കിഞ്ചനന്മാരായിരിക്കുന്നവരുടെ പാദരജോഭിഷേകം നവൃണീത, അവരെ പോയി നമസ്കരിച്ച് അവരുടെ പാദധൂലി ഉണ്ടല്ലോ അത് നെറ്റിയിലോ പുറത്തോ എന്തെങ്കിലും കുറച്ച് തട്ടി അതിലൊരു സ്നാനം കിട്ടുന്നത് വരെ ഗൃഹസ്ഥന്മാർക്ക് അവരുടെ ഈ നിലവിട്ട് മേപ്പെട്ടുയരാൻ സാധിക്കില്ല. മനസ്സിലായോ പറഞ്ഞത്? നൈഷാമതിസ്താവതുരുക്രമാഘ്രിം സ്പൃശത്യനർത്ഥാപഗമോ യദർത്ഥ നിഷ്കിൻ മഹീയസാം പാദരജോഭിഷേകം. ആ മഹാത്മാക്കളുടെ പാദരേണുക്കളിൽ അഭിഷേകം ചെയ്യണമത്രേ നമ്മുടെ ശിരസ്സിനെ. സാധാരണ നമ്മൾ ഭഗവാൻ അഭിഷേകമൊക്കെ കഴിച്ചിങ്ങനെ സേവിക്കും, അതുകൊണ്ടായില്ല. സജ്ജനങ്ങളുടെയോ ഗുരുജനങ്ങളുടെയോ മഹാത്മാക്കളുടെയോ കാക്കലിൽ വീണ് അവരുടെ പൂമ്പൊടിയിൽ നമുക്ക് അഭിഷേകം സംഭവിക്കുന്നത് എന്തോ അന്ന് മാത്രമേ ഇതിൽ നിന്നൊരു ഉദ്ധാരണത്തിന് സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞു. ദേഷ്യപ്പെട്ട് പിന്നെയും പറഞ്ഞയച്ചു. പ്രഹ്ലാദൻ അവിടെ ഒഴിവ് കിട്ടുന്ന സമയത്ത് കുട്ടികളോട് പറഞ്ഞതെന്താ? കൗമാര ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപ്യധ്രുവം അർത്ഥദം. അവിടെ ചെന്ന് പിന്നെ രണ്ടാമത്തെ തവണ കുട്ടികളെ വിളിച്ചിരുത്തി സംസാരിക്കുകയാണ്. കൗമാര ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ. 7 വയസ്സ് വരെയാണ് കുട്ടികളെ നിങ്ങൾക്ക് നന്നാക്കാനും നല്ലത് ഉപദേശിക്കാനുമുള്ള സമയം. ഇവിടെ എത്രയോ ആൾക്കാരുണ്ട്, ഒറ്റ ആൾ ഇവിടെ കുട്ടികളെ കൊണ്ടുവരില്ല. നല്ല അച്ഛനമ്മമാരാണ്. നിങ്ങൾക്ക് എവിടെയാണ് സമ്മാനം എന്ന് എനിക്കറിയില്ല. നിങ്ങളെ സമ്മാനിക്കാൻ ആരെങ്കിലും പ്രത്യേകം എവിടെയെങ്കിലും വല്ലതും വെച്ചിട്ടുണ്ടോ? 7 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല. 7 വയസ്സ് വരെ ബലാൽ പിടിച്ച് കൊണ്ടുവരാം, നിനക്ക് ഞാൻ ചോറ് തരില്ല എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടെങ്കിലും കൊണ്ടുവരാം. ആ 7 വയസ്സ് വരെ നിങ്ങൾ ഏത് കാര്യത്തിലേക്ക് തുറന്നു വിടുന്നോ അതാണ് അവരുടെ മനസ്സിലുള്ള സ്ഥിരം സ്ഥായിയായിരിക്കുന്ന സ്വാധീനം. അതുകൊണ്ട് കൗമാരകാലത്ത് തന്നെ ഭാഗവത ധർമ്മങ്ങൾ മനസ്സിലാക്കി ആചരിക്കാനും പരിശീലിക്കാനും തുടങ്ങണം. ദുർലഭം മാനുഷം ജന്മ, മനുഷ്യജന്മം വളരെ ദുർലഭമാണ്. തദപ്യധ്രുവം, അതോ എപ്പോൾ വേണമെങ്കിൽ പൊലിഞ്ഞു പോകാമത്. എന്നാലോ അർത്ഥദം, മോക്ഷം വരെ സമ്പാദിക്കാൻ സാധ്യതയുമുണ്ട്. അത് മറ്റ് ജന്മങ്ങൾക്കില്ല. അങ്ങനെ വിശേഷപ്പെട്ടത് നശ്വരമാണെങ്കിലും ക്ഷണികമാണെങ്കിലും വളരെ വിലപ്പിടിച്ചതായി മനുഷ്യജന്മം കിട്ടി. ചെറുപ്പകാലം മുതൽക്ക് ഭാഗവത ധർമ്മങ്ങൾ അഭ്യസിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഭാഗവത ധർമ്മങ്ങൾ അഭ്യസിച്ച് നമുക്ക് എന്താ കിട്ടുക? ഭഗവാന്റെ സന്തോഷം, ഈശ്വരൻ സന്തോഷിക്കണം. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ പൊന്നു ഭഗവാൻ സന്തോഷിക്കണേ എന്ന് വിചാരിച്ച് വേണം കാലത്ത് എഴുന്നേൽക്കാൻ. അങ്ങനെ എഴുന്നേൽക്കാറുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്താലും, പല്ല് തേക്കുമ്പോഴും കുളിക്കുമ്പോഴും കാപ്പി കുടിക്കുമ്പോഴും എന്തുണ്ടെങ്കിലും, ഇനി പുകവലിക്കുന്നുണ്ടെങ്കിൽ പുകവലിക്കുമ്പോഴും പറഞ്ഞോളൂ, ഭഗവാൻ സന്തോഷിക്കാനാണ് എൻ്റെ പുകവലി. പറയില്ലേ? എന്താ മിണ്ടാതെ? പുകവലിക്കുന്നവരാരെങ്കിലും ഒന്നിലോ ഉണ്ട് പറയൂല്ല. നിങ്ങൾ പുകവലി നിർത്താൻ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. പുകവലിക്കുമ്പോഴും ഇത് 1-ാം തരം ചന്ദനത്തിരിയാണ് എൻ്റെ ഭഗവാന് എന്ന് പറഞ്ഞിട്ട് വലിക്കണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആ ഭഗവാൻ എന്നുള്ളൊരു വിചാരം ഉണ്ടല്ലോ, ആ പുകവലി അത് വെള്ളപ്പൊക്കം വന്ന് മൂടുന്ന മാതിരി മൂവും. ഷില്ലോങ്ങിൽ ഒരാൾ എന്നോട് വന്ന് പറയുക, എന്താ പറഞ്ഞേ? സ്വാമിജി, ഞാൻ 10 തവണ ഒരു മില്യനെയറായിരുന്നു. അപ്പോൾ 10 തവണ ദരിദ്രനുമായല്ലോ, അതുകൊണ്ടാണ് പലതവണ ആവേണ്ടി വന്നത്. എനിക്കൊരു വിഷമമുണ്ട്. എന്താ വിഷമം? ഞാനിവിടെ പറഞ്ഞു. അത് എന്താ വിഷമം? ഞാൻ ഒരു മദ്യപനാണ്, അതുകൊണ്ട് ഞാൻ എന്ത് വേണം? അതെനിക്ക് നിർത്തണം. അതിനോ സ്വാമിജി വഴി പറഞ്ഞുതരാം. ഞാൻ നല്ല പോലെ പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ പിന്നെ എൻ്റെ മുറിയിൽ നിൽക്കരുത്, ഇവിടുന്ന് പോകണം. സംശയം ഉണ്ടെങ്കിൽ മനസ്സിലാക്കി തരാം. എന്താ? ഞാൻ കുടിക്കണ്ടെന്ന് പറയണില്ല. ആ പെഗ് കയ്യിലെടുത്തതിന് ശേഷം അതിൽ താങ്കൾക്ക് തോന്നുന്ന ഇഷ്ടദേവത എന്തോ ആ ഇഷ്ടദേവതയെ ആ മദ്യത്തിൽ കണ്ടുകൊണ്ട് കുടിക്കണം. അതെങ്ങനെയാ സ്വാമിജി? എങ്ങനെയാണെന്ന് എന്നോട് ചോദിക്കരുത്. ഉപായമല്ലേ ചോദിച്ചത്, ഞാൻ പറഞ്ഞു തരാം. അതിൽ കണ്ടോളൂ ഭഗവാനെ, എന്നിട്ട് കുടിച്ചോളൂ. അപ്പോൾ ആ കുടിക്കുന്നത് മദ്യമാവില്ല, ഭഗവാനാവും. അങ്ങനെ വന്നാൽ എന്തുണ്ടാവണമെന്ന് നോക്കുകയെന്ന് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിഴിച്ചു. എന്നോടൊരു അക്ഷരം പറയരുത്, പൊക്കോളൂ. ഈ പറഞ്ഞത് പരിശീലിക്കുക, ഇതാണ് ആവശ്യം. ഇതേവരെ എന്നെ കണ്ടിട്ടില്ല മിണ്ടിയിട്ടില്ല, എന്തായി എന്നുള്ളത് എനിക്കറിയില്ല. ഇന്നും ഇതാണ് എനിക്ക് മദ്യപന്മാരോട് നൽകാനുള്ള ഉപദേശം. നിങ്ങളോട് കുടിക്കണ്ടെന്ന് ഞാൻ പറയണില്ല, പക്ഷേ നിങ്ങളുടെ മദ്യപാനം ഈശ്വരപാനമാക്കി തീർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഭഗവാൻ തുഷ്ടനായി എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? നിങ്ങൾ ആരും വിചാരിക്കരുത്. എന്നാൾ ഞാൻ പറഞ്ഞു, ശ്രീമദ് ഭാഗവതം ഏറ്റവും അനുഗ്രഹകരമാണ്. ആ ശ്രീമദ് ഭാഗവതത്തിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ധനമാണെങ്കിൽ ധനം, വീടാണെങ്കിൽ വീട്, ഉദ്യോഗമാണെങ്കിൽ ഉദ്യോഗം, കുട്ടികൾക്ക് വിവാഹമാണെങ്കിൽ വിവാഹം, ആരോഗ്യമാണെങ്കിൽ ആരോഗ്യം, അനാരോഗ്യത്തിൽ നിന്ന് രക്ഷയാണെങ്കിൽ അത് എല്ലാം ശ്രീമദ് ഭാഗവതം നിങ്ങൾക്ക് അണയ്ക്കും എന്ന് പറഞ്ഞുവല്ലോ. അതുതന്നെയാണ് ഇവിടെ പറയാനുള്ളത്. എന്താ? തുഷ്ടേച തത്ര കിമലഭ്യ അനന്ത ആദ്യേ കിം തൈർഗുണവ്യധികരാദിഹ യേ സ്വസിദ്ധാഃ ധർമാദയഃ കിം അഗുണേന ച കാംക്ഷിതേന സാരഞ്ജുഷാം ചരണയോരുപഗായതാം നഃ തുഷ്ടേച തത്ര കിമലഭ്യ അനന്ത ആദ്യേ. ആദിനാരായണമൂർത്തിയായി ഈ ലോകം മുഴുവനും എവിടുന്ന് ആരംഭിച്ചുവോ, എവിടുന്ന് തുടങ്ങിയോ, ഈ പഞ്ചഭൂതങ്ങൾ, തന്മാത്രകൾ, അവ്യക്തം എന്ന് പറയുന്ന ആ മൂലപ്രകൃതി, മഹത്ത്, ഇങ്ങനെ എല്ലാമായി പിന്നോക്കം പോയാൽ അവിടുന്ന് അതിനും ആദ്യത്തിലിരിക്കുന്ന ആദ്യേ. കേൾക്കുന്നുണ്ടോ? ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇരിക്കുന്നത് നൈമഷാരണ്യത്തിൽ. നിങ്ങളുടെ മനസ്സും ബുദ്ധിയും അങ്ങോട്ട് പോകണം. സൃഷ്ടിയുടെ ആദികാലത്തേക്ക് ചെല്ലട്ടെ. ഈ ഭൂമിയല്ല, വെള്ളമല്ല, വായുവല്ല, അഗ്നി മുതലായതല്ല, ആകാശമല്ല, സത്വരജ സമോ ഗുണങ്ങളല്ല, അവയുടെ മൂലമായിരിക്കുന്ന അവ്യാകൃതമല്ല, അധിഷ്ഠാനമല്ല, മഹത്തല്ല, അതിനുമപ്പുറത്ത് നാസദാസീത് നോസദാസീത് തദാനീം എന്ന് ഋഗ്വേദത്തിൽ പറയുന്നു. അവിടെ വാസ്തവത്തിൽ ഉണ്മയുമില്ല, അനുണ്മയുമില്ല, രണ്ടുമില്ലാത്ത വിശേഷപ്പെട്ട ഒരു നില. അങ്ങനെ ഇരിക്കുന്ന ആ ആദിപുരുഷൻ തുഷ്ടേച തത്ര, ആ അങ്ങ് തുഷ്ടനായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഉൾക്കൊള്ളുന്നുണ്ടോ? ആ ആദ്യശക്തി, ആ ആദ്യ സാന്നിധ്യം സന്തുഷ്ടമായി എന്നുണ്ടെങ്കിൽ കിമലഭ്യ, എന്താണ് ഇവിടെ നമുക്ക് ലഭിക്കാത്തത്? ഈ പ്രപഞ്ച വസ്തുക്കൾ മുഴുവൻ, പഞ്ചഭൂതങ്ങൾ മുഴുവൻ അദ്ദേഹം ഉണ്ടാക്കിയതാണ്. കോലാർ ഗോൾഡ് ഫീൽഡ്സ് ആരുണ്ടാക്കിയതാ? അതിൽ കുഴിച്ചെടുക്കുന്ന സ്വർണം സർക്കാരിൻ്റെയാണെന്ന് പറയുന്നു. ഈ സർക്കാർ ആരാ? അവരുടെയൊക്കെ ശരീരം ആരുണ്ടാക്കി? ഈ ലോകത്തിലുള്ള ഭൂവിഭവങ്ങൾ മുഴുവനും തന്നത് പൊന്നു തമ്പുരാനല്ലേ, ജഗദീശ്വരനല്ലേ? ആ ജഗദീശ്വരൻ തുഷ്ടനായി കഴിഞ്ഞാൽ ഈ ലോകത്തിൽ അലഭ്യമായിട്ടുള്ളത് എന്താ? എല്ലാം കിട്ടും. നിങ്ങൾ ആ ഈശ്വരനെ മാത്രം സംതൃപ്തിപ്പെടുത്തിയാൽ മതി, വേറെ ഒരാളെ തൃപ്തിപ്പെടുത്തണ്ട. ആ ഈശ്വരനിൽ അഖില ചരാചരങ്ങൾ, പ്രപഞ്ചം മുഴുവനും ഉൾക്കൊള്ളുന്നുണ്ട്. ആ ഈശ്വരനെ പ്രസാദിപ്പിച്ചാൽ കിം തൈർവ്യതികരാദിഹയേ സ്വസിദ്ധാഃ ധർമാദേഹ. പിന്നെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്നതൊക്കെ തന്നെത്താനെ വന്നോളും. ഒരൊറ്റെണ്ണം മാത്രം മതി, ഈശ്വര സന്തോഷം. അങ്ങനെ പറഞ്ഞു പോവാണ്. എന്നിട്ട് അതുകൊണ്ട് എന്തു വേണം? നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി യദാതിഹർഷോത്പുളകാശ്രുഗദ്ഗദം പ്രോത്കണ്ഠ ഉദ്ഗായതി രൗതി നൃത്യതി യദാഗ്രഹഗ്രസ്ത ഇവ ക്വചിത് ഹസത്യാക്രന്ദതേ ധ്യായതി വന്ദതേ ജനം മുഹുശ്വസൻ വക്തി ഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിർഗതത്രപഃ. കേൾക്കാൻ ഇഷ്ടം തോന്നുന്നുണ്ടോ? ഓ, നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി യദാതിഹർഷോ പുളകാശ്രുഗദ്ഗദം യദാതിഹർഷോത്പുളകാശ്രുഗദ്ഗദം പ്രോത്കണ്ഠ ഉദ്ഗായതി രൗതി നൃത്യതി യദാഗ്രഹഗ്രസ്ത ഇവ ക്വചിത് ഹസത്യാക്രന്ദതേ ധ്യായതി വന്ദതേ ജനം മുഹുശ്വസൻ വക്തി ഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിർഗതത്രപഃ. സ്വാമിജി ഇതൊക്കെ പറയണു, ഇത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അക്ഷരം പ്രതി സാധ്യമാണ്. അക്ഷരം പ്രതി നിങ്ങളുടെ ബാക്കി എല്ലാ പ്രയത്നങ്ങളും സഫലമായെന്ന് വരില്ല, നിഷ്ഫലമാകുകയും ചെയ്യും. എന്നാൽ ഈ ഭക്തി എന്ന് പറയുന്ന ഒരു പ്രയത്നമുണ്ടല്ലോ, അത് എല്ലാവിധത്തിലും സഫലവും സാർത്ഥകവുമാകുന്നതാണ്. അതെങ്ങനെയാണ് വേണ്ടത്? നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി. നമുക്കിവിടെ മക്കളും കുട്ടികളും സഹോദരങ്ങളും ബന്ധുബാന്ധവന്മാരുമുണ്ട്.
അവരുടെ എല്ലാവരുടെയും ചരിത്രം നിങ്ങൾക്കൊരു കഥ എഴുതി പറയാനോ പറഞ്ഞു കൊടുക്കാനോ കേൾക്കാനോ സാധിക്കുമോ? കൊള്ളാവുന്നതാണോ? എന്താ മിണ്ടാത്തേ? നമ്മുടെ കുട്ടികളുടെ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കുമോ? നിങ്ങൾ കൂടുതൽ പറഞ്ഞാൽ കേൾക്കുന്നവരൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ച് പോകും. അപ്പം നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്നതായ ഒരു കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട്. അതാണ് ഭഗവത് കഥകൾ. അത് ഒന്നല്ല, പലതാണ്. പലതരത്തിലുള്ള അവതാരങ്ങൾ, പലതരത്തിലുള്ള ലീലയായിരിക്കുന്ന വിലാസങ്ങൾ പലതുമുണ്ട്. അതാണ് ഈ പുരാണങ്ങൾ അത്രയും. ശ്രീമദ് ഭാഗവതം പ്രത്യേകിച്ചും. മഹാഭാരതത്തിലാണ് കൃഷ്ണനെ നാം ആദ്യം കാണുന്നത്. ആ കൃഷ്ണൻ്റെ മഹിമയും പ്രഭാവവും അദ്ദേഹത്തിൻ്റെ ഗ്ലോറിയും ഐശ്വര്യവുമെല്ലാം കണ്ടതിന് ശേഷം ഈ കൃഷ്ണനെ നമുക്ക് എല്ലാവർക്കും അനുസ്മരിക്കാൻ പറ്റിയ തരത്തിൽ എൻ്റെ മുറിയിലൊരു കാണാൻ വേണ്ടി, സ്വാമിജിക്ക് കാണാൻ വേണ്ടി എന്ന് പറഞ്ഞൊരു ബാലഗോപാലൻ ആ വെണ്ണക്കുടവും തട്ടിയും തറയും തൊന്തി ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അങ്ങനെ പലതരത്തിലുള്ള ലീലാതനുക്കളാണ്. നിശമ്യ കർമാണി ഗുണാനതുല്യാൻ, ഒരു വിധത്തിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നിസ്തുലമായിരിക്കുന്ന പ്രവർത്തന വിശേഷങ്ങളിലൂടെ, കർമ്മവിശേഷണങ്ങളിലൂടെ, വീര്യപരാക്രമ കൗശലാദി ലീലാവിലാസങ്ങളോടെ പലതരത്തിലുള്ള പ്രവൃത്തികളും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ? ലീലാതനുഭികൃതാനി, ലീലയായി ധരിച്ചിട്ടുള്ള ശരീരം കൊണ്ട് ചെയ്ത പ്രവൃത്തികളാണ്. ആ പ്രവൃത്തികളെല്ലാം നല്ല ഭാഷയിൽ, സംസ്കൃതത്തിൽ വളരെയധികം പവിത്രമായി, ദിവ്യമായി, ആനന്ദജനകമായി, ആഹ്ലാദകരമായി, ആത്മോന്മത്തത ഉണ്ടാക്കത്തക്ക വിധത്തിൽ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ, കവികളത് പാടിവെച്ചിട്ടുണ്ട്. അത് മുഴുവനും നിശമ്യ കേട്ടിട്ട് ആദ്യമായി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒരു കസേരയിൽ വന്നിരിക്കുക, പറയുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി. ഇതാ മത്സ്യാവതാരം, ദാ കൂർമാവതാരം, ദാ വരാഹാവതാരം, ദാ വാമനാവതാരം. മഹാബലിയും വാമനനും കൂടിയിട്ടുള്ളതായ ആ സംവാദം എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ കാതുകൊടുത്ത് കേൾക്കുക. കേട്ടുകഴിഞ്ഞ് ആദ്യം നമ്മൾ രുചിച്ചോ രുചിയില്ലാതെയോ കേൾക്കാൻ തുടങ്ങും. കുറച്ച് കേട്ട് അതിൽ നമുക്കൊരു വ്യഗ്രത വന്നു, ഒരടുപ്പം വന്നു, അതിലൊരു താതാത്മ്യം വന്നു എന്നുണ്ടെങ്കിൽ യഥാതിഹർഷോത്പുളകാശ്രുഗദ്ഗതം, ആ കേൾക്കുന്ന സമയത്ത് വളരെയധികം സന്തോഷം തോന്നും, രോമഹർഷമുണ്ടാകും, സന്തോഷം തോന്നും. യഥാതിഹർഷോത്പുളകാശ്രു ഗദ്ഗതം. ഇതാ ഇന്നാൾ നാരായണാശ്രമ തപോവനത്തിലെ കുട്ടികൾ ഇവിടെ ചെറിയ തോതിൽ കൃഷ്ണലീലകളും ജന്മമൊക്കെ ഒന്ന് അവതരിപ്പിച്ചു. ചിലരൊക്കെ പറഞ്ഞു അത്ര നിങ്ങൾ ഞങ്ങളെ എല്ലാവരെയും കരയിപ്പിച്ചു എന്ന്. ആശ്രമത്തിൽ വന്ന മാജി വരെ പറഞ്ഞു പലതവണയും ഞാൻ കരഞ്ഞു എന്ന്. അതങ്ങോട്ട് കാണുമ്പോൾ നമുക്ക് ഉത്പുളകമുണ്ടാവും. യഥാതിഹർഷോ ഉത്പുളകാശ്രുഗദ്ഗതം, തൊണ്ടയിടറും. പ്രോത്കണ്ഠ ഉദ്ഗായതി രൗധി നൃത്യതി. ഇന്നലെ കണ്ടില്ലേ ഇവിടെ കൈകൊട്ടിക്കളി? ഇതാ അവിടെയൊക്കെ വൈകുന്നേരം നാമസങ്കീർത്തന സമയത്ത് ഇവർക്ക് എന്താ ജീവിതത്തിൽ ഒന്നുമില്ലാത്തവരാ, പലതും അനുഭവിച്ച് വളരെ തൃപ്തിയും പാകവും ഒക്കെ വന്നിട്ടുള്ളവരാ. പ്രായം ചെന്നിട്ടുള്ള സ്ത്രീകളും എല്ലാവരും കൂടി അവിടെ അങ്ങോട്ട് ആ ഹർഷോന്മാദം പ്രകടമാക്കുക. യഥാതിഹർഷോത്പുളകാശ്രുഗദ്ഗതം പ്രോത്കണ്ഠ, വായങ്ങോട്ട് തുറന്നിട്ട്, മണ്ണാങ്കുഞ്ചു മന്ത്രം ചൊല്ലുന്ന പോലെയല്ല, വായ തുറന്നിട്ടെന്ന്. യഥാതിഹർഷോ പുളകാശ്രുഗദ്ഗതം പ്രോത്കണ്ഠ ഉദ്ഗായതി, ഉറക്കപ്പാടുന്നു. രൗധി നൃത്യതി, കരയണു, കണ്ണടയ്ക്കാതെ കരയണു. എല്ലാം കരച്ചിൽ വരുമ്പോഴേക്കും കണ്ണു പൊത്തും. ഞാൻ പറയും എന്തിനാ ഈ കണ്ണു പൊത്തണം, ഞാനും കാണാമല്ലോ, എന്താ അത് നല്ലതല്ലേ. പ്രോത്കണ്ഠ ഉദ്ഗായതി രൗധി നൃത്യതി. അപ്പോഴാണ് നമുക്ക് നാണം മാനമൊക്കെ പോയി ഒന്ന് നൃത്തം ചെയ്യാം എന്ന് തോന്നുന്നത്. മറ്റത് പേടിയാണ്, ഭയമാണ്, സംശയമാണ്, ലജ്ജയാണ്, കലവറയാണ്. ഇതൊന്നുമില്ലാതെ നൃത്തം ചെയ്യാൻ തുടങ്ങുന്നു. യഥാഗ്രഹഗ്രസ്ത ഇവ ക്വചിത് ഹസത്യാക്രന്ദതേ ധ്യായതി വന്ദതേ ജനം. ശ്രദ്ധിക്കുന്നുണ്ടോ? യഥാ ഇതൊക്കെ ചെയ്തിട്ട് എപ്പോഴാണോ ഗ്രഹഗ്രസ്ത ഇവ, ഏതോ ഒരു പിശാച് വന്ന് പിടിച്ചതുപോലെ കണ്ണൊക്കെ ഇങ്ങനെ ഉരുട്ടുപിടിച്ച്, യഥാതിഹർഷോ യഥാഗ്രഹഗ്രസ്ത ഇവ ക്വചിത് ഹസതി, നല്ലോണം കുലുങ്ങി അങ്ങോട്ട് ചിരിക്കുമത്രേ. ഞാനിങ്ങനെ ഭാഗവതം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ കൃഷ്ണനെ പറ്റി എഴുതുക, ഒരു 3-4 മണിക്കൂർ ചിരിച്ചു. എന്താ സംഭവം എന്ന് വെച്ചാൽ, ആ കൃഷ്ണൻ ഇങ്ങനെ ഓടി നടക്കുമല്ലോ, അരയിലൊരു അരിഞ്ഞാണുണ്ട്, ഒരു ചെറിയ കൂമ്പാളക്കോണം മാതിരി ഉടുത്തിട്ടുണ്ട്, കയ്യിലൊരു ചെറിയ വടിയുണ്ട്, അങ്ങനെ ഓടി നടക്കുക.
അപ്പോൾ എല്ലാ വീട്ടിലും കയറി ഇറങ്ങാം. അവിടെ ചെന്നപ്പോൾ ആ ഗോപസ്ത്രീകളൊക്കെ ബുദ്ധിമുട്ടി തുടച്ച് വെടുപ്പാക്കി അങ്ങോട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ആ വെടുപ്പാക്കി വെച്ചിരിക്കണം നിലം അങ്ങോട്ട് കണ്ടപ്പോൾ കൃഷ്ണന് വലിയ സന്തോഷമായി. അപ്പോൾ ആ സന്തോഷത്തിൽ എന്താ, മൂത്രം തന്നെ പുറത്തു വന്നു. ഒരു 3 മണി 3 മണിക്കൂറാ ചിരിച്ചുകൊണ്ടിരുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? കുറേ ദേഷ്യപ്പെടും, എന്നിട്ട് വന്നിട്ട് തുടച്ച് വെളുപ്പാക്കി. അപ്പോൾ ഇതൊക്കെ എഴുതുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ചിരി വരുമെന്ന് പറയുമ്പോൾ ചിരിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മനസ്സിൻ്റെ കെട്ടുപൂട്ടികൾ പോവാണ്. യദാഗ്രഹഗ്രസ്തൈവ ക്വചിത് ഹസതി ആക്രന്ദതേ. ആ പറയുന്നതിൽ നാരായണ എന്നൊക്കെ നീട്ടി പറയും, വെറും നാരായണ അല്ല. ആക്രന്ദതേ നമ്മൾ പറയാനില്ലേ, ഗോവിന്ദനാമ സങ്കീർത്തനം. എന്തിനാ ഇപ്പം ഈ നീട്ടി പറയണത്? ആക്രന്ദതേ ധ്യായതി വന്ദതേ ജനം. അതുപോലെ കണ്ണടച്ച് ധ്യാനിക്കും, വന്ദതേ ജനം. ആരെങ്കിലും വന്നു നമ്മുടെ മുൻപിൽ വന്നാൽ അത് കൃഷ്ണനാണ്, ഗോവിന്ദനാണ്, നാരായണനാണ്, ആദിനാരായണ മൂർത്തിയാണ് എന്ന് തോന്നും. ചിലപ്പോൾ നാം നമസ്കരിച്ചു എന്നും വരാം. യദാഗ്രഹഗ്രസ്തൈവ ക്വചിത് ഹസത്യാക്രന്ദതേ ധ്യായതി വന്ദതേ ജനം മുഹുശ്വസൻ. അപ്പോഴാണ് ഈ വലിയ പെരുമൂച്ച് എന്ന് പറയും, ദീർഘശ്വാസം. മുഹുശ്വസൻ വക്തി. അങ്ങനെ ദീർഘശ്വാസം വലിച്ചുകൊണ്ട് വക്തി പറയുന്നു. എന്ത്? ഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിർഗതത്രപഃ. എല്ലാ വിധത്തിലുള്ള പേടിയോ ലജ്ജയോ റിസർവേഷനോ നാണമോ ഒക്കെ അങ്ങോട്ട് പോയിട്ട് ഹരേ ജഗത്പദേ നാരായണ, 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 ഹരേ ജഗത്പദേ നാരായണ. കൃഷ്ണ മുകുന്ദ മുരാരേ ഹരേ ജഗത്പദേ നാരായണ, ഹരേ ജഗത്പദേ നാരായണ, ഹരേ ജഗത്പദേ നാരായണ. മുഹുശ്വസൻ ഭക്തി ഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിർഗതത്രപഃ. എല്ലാവരുടെ കെട്ടുപൂട്ടും പോയോ? പോയോ? എവിടെ പോയി നമ്മുടെ ബന്ധനം മുഴുവനും? നമ്മുടെ 4 ഭാഗത്തും ലോകമില്ല, കുടുംബമില്ല, കുടുംബാംഗങ്ങളില്ല, പഞ്ചഭൂതങ്ങളില്ല. എല്ലാം തന്നെ ഈ നാമോച്ചാരണത്തിൽ ലജ്ജ വിട്ട് കലവറയില്ലാതെ പേടിയും കുണുക്കവുമൊക്കെ കളഞ്ഞ് ഹരേ ജഗത്പദേ നാരായണ, ഹരേ ജഗത്പദേ നാരായണ എന്ന് പറയുന്നതോടുകൂടി എല്ലാം അങ്ങോട്ട് പൊട്ടിപ്പോവാണ്. തദാ പുമാൻ മുക്തസമസ്തബന്ധനഃ തദ്ഭാവഭാവാനുകൃതാശയാകൃതി നിർദഗ്ധബീജാനുശയോ മഹീയസ. നിർദഗ്ധബീജാനുശയോ മഹീയസ, നിർദഗ്ധബീജാനുശയോ മഹീയസ ഭക്തിപ്രയോഗേണ സമേത്യധോക്ഷജം. എത്ര മിനിറ്റ് നമ്മൾ സമയമെടുത്തു? ആ മിനിറ്റിനുള്ളിൽ സംഭവിക്കുന്നതാണ്, മനുഷ്യ മനസ്സിന് സംഭവിക്കുന്ന കാര്യമാണ് പ്രഹ്ലാദൻ ഇവിടെ കുട്ടികളെ പറഞ്ഞു ധരിപ്പിക്കുന്നത്. 7 വയസ്സ്. നിങ്ങൾക്ക് 7 വയസ്സിൽ കേൾക്കാൻ സാധിച്ചില്ലെങ്കിലും 27-ലും 37-ലും 70-ലുമെങ്കിലും കേൾക്കാൻ സാധിച്ചുല്ലോ. ഇതിൻ്റെ മഹാഭാഗ്യം, ഈ സൗഭാഗ്യം, ഈ സാഫല്യം, ഈ ആത്മനിർവൃതി നിങ്ങളെല്ലാവരെയും പറഞ്ഞറിയിക്കൂ. തദാ പുമാൻ. അപ്പം ആരായാലും മനുഷ്യൻ മുക്തസമസ്ത ബന്ധന, എല്ലാവിധത്തിലുള്ള ബന്ധനങ്ങളും അഴിഞ്ഞ് ഉലർന്ന് പൊട്ടി തകർന്ന് മോചനം കിട്ടി. മുക്തസമസ്ത ബന്ധന എങ്ങനെ? തദ്ഭാവഭാവാനുകൃതാശയാകൃതി.
ആ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാ. തദ്ഭാവഭാവാനുശയ തദ്ഭാവഭാവാനുശയ ഭാവാനുകൃതാശയാകൃതി. ഓരോ വാക്കിനും ഓരോ അർത്ഥമാണ്. വിഷ്ണു സഹസ്രനാമത്തിൽ 1000 നാമങ്ങളാണ്. ഓരോ നാമവും ഓരോ തരത്തിലുള്ള ഭാവങ്ങളും വികാരങ്ങളും വിചാരങ്ങളുമാണ് നമ്മളിൽ ഉദ്ദീപിപ്പിക്കുന്നത്. ആ ഭാവങ്ങൾ മുഴുവൻ നമ്മുടെ മനസ്സിൽ പ്രവേശിച്ച് സാധാരണ നമ്മുടെ 2 കുട്ടികളും ഭാര്യയും ഭർത്താവും കവിഞ്ഞത് സഹോദരനും സഹോദരിയും മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. ഇപ്പം നാം നമ്മുടെ മനസ്സിൽ ആദിനാരായണ മൂർത്തിയാണ് ഈ നാമങ്ങളിലൂടെ ഉൾക്കൊള്ളുന്നത്, മനസ്സിൽ സ്ഥാപിക്കുന്നത്. അദ്ദേഹത്തിനോടുള്ള ആദരവും ബഹുമാനവും കൂറും സ്നേഹവും കടപ്പാടും താതാത്മ്യവും എല്ലാമാണ് മനസ്സിൽ പൊന്തി വരുന്നത്. അങ്ങനെ പൊന്തി വന്ന് നിർദഗ്ധബീജാനുശയോ മഹീയസാ ഭക്തിപ്രയോഗേണ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മഹീയസാ ഭക്തിപ്രയോഗേണ. ഭക്തി എന്ന് പറയുന്നത് ഒരു പ്രയോഗമാണ്. ആ പ്രയോഗത്തിന് എന്തെങ്കിലും സാമഗ്രികൾ വേണം. ഇപ്പോൾ ഉഴണമെങ്കിൽ കരി വേണം, അല്ലെങ്കിൽ ടില്ലർ വേണം. പൊടിക്കണമെങ്കിലോ തുളയ്ക്കണമെങ്കിൽ ഒരു ഡ്രില്ലർ മെഷീൻ വേണം. പൊടിക്കുന്നതിനൊരു ക്രഷർ വേണം. അതിലിട്ട് ക്രഷ് ചെയ്താൽ ആ സാധനങ്ങളൊക്കെ പൊടിയായിട്ടല്ലേ വരുന്നത്. നിങ്ങൾ വസ്തുക്കൾ പൊടിപ്പിക്കാറുണ്ടല്ലോ, അല്ലെങ്കിൽ പൊടിച്ചത് കിട്ടാറുണ്ടല്ലോ. അതേമാതിരി ഈ ഭക്തി എന്ന് പറയുന്നതും വലിയ ഒരു സംവിധാനമാണ്. മഹീയസ അതിബലവത്തായിട്ടുള്ളത്, വളരെ മഹത്തായിട്ടുള്ള ഒരു പ്രയോഗമാണത്. ഭക്തിപ്രയോഗേണ സമേത്യധോക്ഷജം നിർദഗ്ധബീജാനുശയോ. നമ്മുടെ മനസ്സിലുള്ള കെട്ടുപൂട്ടുകളെല്ലാം കാമമാണെങ്കിൽ കാമം, ക്രോധമാണെങ്കിൽ ക്രോധം, അസൂയയാണെങ്കിൽ അസൂയ, ഇതെല്ലാം തന്നെ അതിൻ്റെ ബീജത്തോടുകൂടി വറുത്ത് വെണ്ണീറാക്കപ്പെടും. കേട്ടോ? നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും നോക്കേണ്ടത് എങ്ങടാ? ഉള്ളിലേക്കാണ്. ഈ ഭക്തി മനസ്സിൽ അങ്ങോട്ട് പ്രയോഗിച്ചു തുടങ്ങി എന്നുണ്ടെങ്കിൽ എവിടെയാണോ ആശകളും അത്യാർത്ഥികളും ഉള്ളത്, എവിടെയാണോ ക്രോധം സ്ഫുരിക്കുന്നത്, എവിടെയാണോ അസൂയ നിർഗളിക്കുന്നത്, ആ സ്ഥലത്ത് ചെന്ന് അതിനെ ബീജത്തോടുകൂടി അതിൻ്റെ വാസനാബലത്തോടുകൂടി അങ്ങോട്ട് ദഹിപ്പിച്ച് കളഞ്ഞ് ഭക്തിപ്രയോഗേണ സമേത്യധോക്ഷജം. അദൃശ്യനായിരിക്കുന്ന ആ ഭഗവാനെ കാണുന്നതും പ്രാപിക്കുന്നതും ആ സമയത്താണ്. ഈശ്വരന് നൽകിയിട്ടുള്ള വിവരണം എന്താ? അധോക്ഷജൻ എന്നുള്ള വാക്കിനെന്താ? ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ളവൻ. ഈ ലോകം മുഴുവനും ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാണ്. കണ്ണുകൊണ്ട് കാണാനും, ചെവി കൊണ്ട് കേൾക്കാനും, നാവുകൊണ്ട് രുചിക്കാനും, ത്വക്കുകൊണ്ട് സ്പർശിക്കാനും, മൂക്കുകൊണ്ട് മണക്കാനുമുള്ളതാണ് ഈ ലോകം. അതിലൊന്നും പെട്ടതല്ല ഭഗവാൻ. അധോക്ഷജനാണ്, ഇന്ദ്രിയങ്ങൾക്ക് അതീതനാണ്. ഇന്ദ്രിയങ്ങൾക്ക് അതീതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുറത്തുള്ളത് മുഴുവൻ ഇന്ദ്രിയങ്ങൾക്ക് ഉള്ളിലാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാം, സമീപിക്കാം. എപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിലായോ, ആ ഉള്ളിലാണ് വാസ്തവത്തിൽ ഇന്ദ്രിയാതീതം. മനസ്സിലായോ നിങ്ങൾക്ക്? ഇന്ദ്രിയങ്ങൾക്ക് അതീതം എന്ന് പറഞ്ഞ് പുറത്ത് തപ്പി നടക്കരുത്. നമ്മുടെ മനസ്സ് ശരീരത്തിൻ്റെ ഉള്ളിലാണ്. അത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റില്ല. അപ്പം ശരീരത്തിൻ്റെ ഉള്ളിൽ അതിസൂക്ഷ്മമായിരിക്കുന്ന എന്തുണ്ടോ അതാണ് ഇന്ദ്രിയാതീതം. അപ്പോൾ ഭഗവാൻ എവിടെയാ അന്വേഷിക്കേണ്ടത്? ഉള്ളിൽ. സമേത്യ അധോക്ഷജം, ആ പദം ശ്രദ്ധിക്കണം. അധോക്ഷജനെ പ്രാപിക്കുന്നു, കൈവരിക്കുന്നു, അദ്ദേഹത്തോടു കൂടി അണയുന്നു. എങ്ങനെ അണയണു? അധോക്ഷജാലംഭമിഹാശുഭാത്മനഃ ശരീരിണ സംസൃതി ചക്രശാതനം തദ്ബ്രഹ്മനിർവാണ സുഖം വിദുർബുധാ തതോ ഭജധ്വം ഹൃദയേ ഹൃദീശ്വരം. അധോക്ഷജാലംഭമിഹാശുഭാത്മനഃ. അശുഭാത്മനഃ, എത്ര തന്നെ പാപം ചെയ്തവരായാലും, പാപക്കറകളുള്ളവരായാലും, മുജ്ജന്മ പാപമാകട്ടെ ഈ ജന്മപാപമാകട്ടെ, എന്തെല്ലാം ദൂഷ്യങ്ങളോ തകരാറുകളോ കൽമഷങ്ങളോ ഉണ്ട്രക്കരികളോ എന്തൊക്കെയുണ്ടോ നമ്മുടെ മനസ്സിൽ, അത് മുഴുവനും അധോക്ഷജാലംഭമിഹാശുഭാത്മനഃ. ഈ അധോക്ഷജൻ്റെ കയ്യിൽ നിന്ന് ഒരാലിംഗനം നമുക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ, ഈ പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? If you are able to win the embrace of the invisible Lord even once in your life, it completely destroys all kinds of blemishes from your mind.
ഒരിക്കലെങ്കിലും നമുക്ക് ഈ അന്തരാത്മാവിൽ നിന്ന് ആലിംഗനം, അധോക്ഷജനിൽ നിന്ന് ആലിംഗനം, ആശ്ലേഷണം കിട്ടി ആശ്ലേഷിച്ചു എന്നുണ്ടെങ്കിൽ അശുഭാത്മനഃ ശരീരിണഃ സംസൃതി ചക്രശാതനം. അശുഭാത്മാക്കൾക്ക് പോലും ഈ സംസൃതി എന്ന് പറയുന്ന, സംസാരം എന്ന് പറയുന്ന ചക്രമുണ്ടല്ലോ, പിറക്കുക, വളരുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, പാപപുണ്യങ്ങൾ ശേഖരിക്കുക, മരിക്കുക, രണ്ടാമതും ജനിക്കുക, രണ്ടാമതും പാപം ചെയ്യുക, പുണ്യം ശേഖരിക്കുക, ഇങ്ങനെ പോയിരിക്കുന്ന ഈ സംസാരചക്രം അതിനെ നശിപ്പിക്കുന്നതാണ് ചക്രശാതനം. തത് ബ്രഹ്മ, അതാണ് പരബ്രഹ്മം. എന്താണ് ഈ പരബ്രഹ്മം? ഭഗവാന്റെ നാമം ജപിക്കുന്നതിലൂടെ, ഉറക്ക ജപിക്കുന്നതിലൂടെ മനസ്സിലുള്ള കെട്ടുപൂട്ടുകളും കൽമഷങ്ങളും പോയി ശുദ്ധമണ്ഡലമായി അന്തരംഗം. ആ അന്തരംഗത്തിൽ പരമാത്മാവ് തെളിഞ്ഞു കാണുന്നതാണ് പരമാത്മാവിൽ നിന്ന്, അന്തരാത്മാവിൽ നിന്നുള്ള ആലിംഗനം. ആ ആലിംഗനം നമുക്ക് കിട്ടി എന്നുണ്ടെങ്കിലോ തത് ബ്രഹ്മ, അതാണ് പരബ്രഹ്മം, നിർവാണസുഖം. അതിനാണ് നിർവാണസുഖം എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിൽ ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈഷാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാം അന്തകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെയുള്ളത് ആ ബ്രഹ്മനിർവാണം എന്ന് പറയുന്നതാണ് ഇത്. തദ് ബ്രഹ്മനിർവാണസുഖം വിദുർബുധാഃ തസ്മാത് തതോ ഭജധ്വം ഹൃദയേ ഹൃദീശ്വരം. അതിനാൽ നിങ്ങൾ എന്തു വേണം കുട്ടികളെ? തസ്മാത് തതോ ഭജധ്വം ഹൃദയേ ഹൃദീശ്വരം. നിങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയേശ്വരനെ ഭജിക്കൂ. എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയേശ്വരനെ ഭജിക്കൂ. എവിടെയാ ഭജിക്കേണ്ടത്? അതോ ക്ഷേത്രത്തിൽ പോയി ഭജിക്കണോ? പൂജാമുറിയിലേക്ക് പോകണോ? നിങ്ങൾ ഇരിക്കുന്നിടത്ത് എത്ര ക്വാപി നിഷദ്യ യാദവ കുലോത്തം സസ്യ കംസദ്വിഷഃ സ്മാരം സ്മാരമഘം ഹരാമി തദലം മന്യേ കി മന്യേനമേ. ലീലാശുകൻ പറയണതാണ് ശ്രീകൃഷ്ണ കർണാമൃതത്തിൽ. ഞാൻ സന്ധ്യാവന്ദനമേ നിങ്ങൾക്ക് നമസ്കാരം, പിതൃക്കളെ നിങ്ങൾക്കും നമസ്കാരം. ഒരൊറ്റ ആൾക്കും ഒന്നും ചെയ്യാൻ എനിക്കിനി സ്ഥാണിയില്ല, സാധിക്കില്ല, സമയമില്ല. കോ അധിപ്രയാസോ അസുരബാലക ഹരേഃ ഉപാസനേ സ്വേ ഹൃദി ഛിദ്രവത്സദഃ. ആകാശം എങ്ങനെ ബാക്കി എല്ലാ 4 ഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്നുവോ അതുപോലെ തൻ്റെ ഹൃദയത്തിൽ എപ്പോഴും സ്ഥിതി ചെയ്യുന്ന ശ്രീഹരിയെ ഉപാസിക്കുന്നതിന് എന്താണ് നിങ്ങൾക്ക് വിഷമം? കഹ അതിപ്രയാസ കോതിപ്രയാസോ. ഇത് ആരോടാ ചോദിക്കണത്? അസുരബാലകന്മാരെ. ഭൂമാനന്ദ സ്വാമിയുടെ മുമ്പിലിരിക്കുന്നതോ അസുരപുത്രന്മാരും പുത്രികളും അല്ലല്ലോ, നിങ്ങൾ മനുഷ്യ സന്താനങ്ങളല്ലേ. അപ്പം നിങ്ങളുടെ കാര്യം കൂടുതൽ മെച്ചപ്പെട്ടതല്ലേ? അപ്പം 2 തല കൊണ്ട് നിങ്ങൾ കുലുങ്ങി സമ്മതിക്കേണ്ടത് ശരിയാണെന്ന്. കോതിപ്രയാസോ അസുരബാലക ഹരേരുപാസനേ സ്വേ ഹൃദി ഛിദ്രവത്സദഃ. അവിടെ എപ്പോഴും വിരാജമാനനാണ്, സ്ഥിതി ചെയ്യുന്നവനാണ്. ആ ആളെ ഭജിക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? ആ ആളെങ്ങനത്തതാ? സ്വസ്യാത്മനഃ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഓരോരുത്തരുടെയും അന്തരാത്മാവാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഓരോരുത്തരും സദാ സൂചിപ്പിക്കുന്നത് എന്തോ ആ സാന്നിധ്യമാണ് ഈ ആത്മാവ്. അപ്പോൾ ഓരോരുത്തരുടെയും ആത്മാവാണ്. സ്വസ്യ ആത്മനഃ സഖ്യുരശേഷദേഹിനാം. എല്ലാ ദേഹികളുടെയും സഖാവാണ്. എന്ത്? സഖാവാണ്. ഈ സഖ എന്നുള്ള വാക്ക് എപ്പോൾ വന്നതാ? അതുകൊണ്ടാണ് അവർക്ക് ഇത്തിരി ശക്തി കൂടുതലും. ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലോ, സഖാ. സ്വസ്യാത്മനഃ സഖ്യുരശേഷദേഹിനാം. ഇനി ഈ ആത്മാവിനെ, ഈ ഈശ്വരനെ ഭജിച്ചില്ലെങ്കിലോ സാമാന്യതയ്ക്കും വിഷയോപപാദനൈഹി. പിന്നെ അത് വിട്ടാൽ നിങ്ങൾക്ക് ഇവിടെ എന്താ ഉള്ളത്? ദാ പന്നിയും പൂച്ചയും കാളയും പോത്തും ഒക്കെ ഭുജിക്കുന്ന അതേമാതിരിയുള്ള തീറ്റ. അവരും തിന്നണു, അവരും കുടിക്കണു, അവരും കാണണു, അവരും കേൾക്കണു, നമ്മളും ഇതൊക്കെ ചെയ്യണു. എന്താ വ്യത്യാസം? അവർ പ്രകൃതി തന്നതാ കഴിക്കണത്. നമ്മൾ ഉണ്ടാക്കി പ്രകൃതിയെ തകരാറാക്കി കരിവാളിപ്പിച്ച് കഴിക്കുക. സാമാന്യതയ്ക്കും
സാമാന്യതയ്ക്കും വിഷയോപപാദനൈ. ഇത് കഴിക്കുന്തോറും നമുക്ക് എന്താ ഉണ്ടാവുക? ശോഭാവാമർത്യസ്യ യദന്തകൈതത് സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ അഭിസർവം ജീവിതമൽപമേവ തവൈവ വാഹാസ്തവ നൃത്യഗീതേ. നചികേതസ് യമനോട് പറയാണ്, യമൻ പലതും തരാമെന്ന് പറഞ്ഞു, അതൊന്നും എനിക്ക് വേണ്ട. അങ്ങയുടെ കുതിരയും വേണ്ട, അങ്ങയുടെ ഡാൻസും വേണ്ട, അങ്ങയുടെ പെൺകുട്ടികളും വേണ്ട, നൃത്തവും വേണ്ട, തമ്പൂരും വേണ്ട, വീടും വേണ്ട. ഇതൊക്കെ കണ്ടാലും കേട്ടാലും എന്താ ഉണ്ടാവുക? സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ. എല്ലാ ഇന്ദ്രിയങ്ങളുടെ തേജസ്സിനെയും നശിപ്പിക്കുകയാണ് ഓരോരോ ഇന്ദ്രിയാനുഭവവും. അതുകൊണ്ട് അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന്. അതുപോലെ സാമാന്യതയ്ക്കും വിഷയോപപാദനൈ. ഭാഗവതം യുക്തിപൂർവമാണ് പറയുക എപ്പോഴും. രായക്കലത്രം പശവസ്സുതാദയോ ഗൃഹാമഹീ കുഞ്ചരകോശഭൂതയഃ സർവേ അർത്ഥകാമാഃ ക്ഷണഭംഗുരായുഷഃ കുർവന്തി മർത്യസ്യ കിയത് പ്രിയം ചലാഃ. രായക്കലത്രം പശവസ്സുതാദയോ. കൃഷി, ഭാര്യ, പശുക്കൾ, ആന, കുട്ടികൾ മുതലായവർ, വീടുകൾ, ഭൂമി, പല വിധത്തിലുള്ളതായ കോശങ്ങളും ഡെപ്പോസിറ്റും ഒക്കെ, പലതരത്തിലുള്ള ബാങ്കൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ സർവേ അർത്ഥകാമാ. എല്ലാം അർത്ഥവും കാമവുമാണ്. അതിൽ ധർമ്മവും മോക്ഷം എന്ന് പറയുന്ന രണ്ട് പുരുഷാർത്ഥം കാണില്ല. സർവേർത്ഥകാമാ ക്ഷണഭംഗുരായുഷഃ കുർവന്തി മർത്യസ്യ കിയത് പ്രിയം ചലാഃ. ഈ കാണുന്ന വിഭവങ്ങൾ മുഴുവൻ നശിക്കുന്നവയാണ്. ആ നശിക്കുന്നതായ വിഭവങ്ങൾ നശ്വര വിഭവങ്ങൾ. ക്ഷണഭംഗുരനായിരിക്കുന്ന മനുഷ്യന് എന്ത് ലാഭ നേടിക്കൊടുക്കുക? സ്വതവേ നമ്മുടെ ശരീരം നശിക്കുന്നതാണ്. നശിക്കുന്ന നമ്മുടെ ശരീരത്തിന് നശ്വര വസ്തുക്കൾ കിട്ടിയാൽ നശ്വരത 1 2 2 4 4 16 വർദ്ധിക്കല്ലേ ഉള്ളൂ. എന്താ മിണ്ടാതെ? കണക്കറിയില്ലേ നിങ്ങൾക്ക്? 1 2 2 4 4 16 256 അങ്ങനെയാണ് വർദ്ധിക്കുന്നത്. കുർവന്തി മർത്യസ്യ കിയത് പ്രിയം ചലാഃ ഏവം ഹി ലോകാകൃതുഭികൃതാ അമി ക്ഷയിഷ്ണവഃ സാതിശയാ ന നിർമ്മലാഃ തസ്മാത് അദൃഷ്ടശ്രുതദൂഷണം പരം ഭക്ത്യൈകയേശം ഭജതാത്മലബ്ധയേ. ഇങ്ങനെ യുക്തിസഹമായി ലോകത്തിനോട് വൈരാഗ്യം, ഈശ്വരനോട് ഭക്തി, അതേസമയം അന്തരാത്മീയമായിരിക്കുന്ന ജ്ഞാനം, ഇത് മൂന്നും കുട്ടികൾക്ക് മാറി മാറി ഉപദേശിച്ച് അങ്ങനെയല്ലേ ചെയ്യണത് പ്രഹ്ലാദൻ? ഈശ്വരനോട് ഭക്തി, ലോകത്തിനോട് വിരക്തി. ആ ഈശ്വരൻ അന്തരാത്മാവാണ്, നമുക്ക് ആലിംഗനം ലഭിക്കുന്നതാണ് ഈശ്വരനിൽ നിന്ന് എന്നും ചൂണ്ടിക്കാണിച്ച് ജ്ഞാനവും ഭക്തിയും വൈരാഗ്യവും ഒരുപോലെ രചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. ഏവം ഹി ലോകാകൃതുഭികൃതാ അമി. ഇനി വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നുണ്ട് പല വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ. ആ കർമ്മങ്ങൾ ചെയ്ത് സമ്പാദിക്കുന്ന ലോകവും നിങ്ങൾ വിചാരിക്കരുത് ഇതിനേക്കാൾ മെച്ചപ്പെട്ടതാണെന്ന്. കൃതുഭികൃതാ അമി അഭി ക്ഷയിഷ്ണവഃ. ഏവം ഹി ലോകാകൃതുഭികൃതാ അമി ക്ഷയിഷ്ണവഃ. അവയും ക്ഷയിക്കുന്നവനാണ്. സാതിശയ. ഇതൊക്കെ അടുത്തിരുന്ന് പറഞ്ഞു കൊടുക്കണം, അപ്പോഴത് നല്ലോണം മനസ്സിലാവുക. സാതിശയ എന്ന് പറഞ്ഞാൽ എവറിഥിങ് ഈസ് കമ്പയറബിൾ. എല്ലാം തുലനം ചെയ്ത് നോക്കാവുന്നതാണ്. സ്വർഗം നമ്പർ 1, അതിനേക്കാൾ മീതെയാണ് നമ്പർ 2, അത് കഴിഞ്ഞാൽ നമ്പർ 3, പിന്നെ ഡീലക്സ് സ്വർഗം, അത് കഴിഞ്ഞാലോ അൾട്രാ സ്വർഗം. ഒക്കെ ഒന്നിനു മീതെയാണ്. സാതിശയ ന നിർമ്മല. ഒരൊറ്റെണ്ണവും നിർമ്മലമല്ല. തസ്മാത്. അപ്പം ഇഹലോകത്തിലുള്ളതെല്ലാം നശ്വരം, പരലോകത്തിൽ നമുക്ക് വേദകർമ്മങ്ങൾ ചെയ്ത് കെട്ടാൻ പോകുന്നതും സാതിശയങ്ങളാണ്. അതുകൊണ്ട് മനസ്സിനെ അതിൽ നിന്നെല്ലാം പിൻവലിപ്പിച്ച് എന്ത് ചെയ്യണം? തസ്മാത് അദൃഷ്ടശ്രുതദൂഷണം പരം. അദൃഷ്ടശ്രുതദൂഷണം പരം. ഇന്നേ വരെ ഒരു ദൂഷ്യവും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്തതായ ആ പരമതത്വമായ പരമാത്മാവ്, പരമേശ്വരൻ, മഹാവിഷ്ണു, ശ്രീഹരിയെ ഭക്തിയാ ഏകയാ ഈശം ഭജത ആത്മലബ്ധയേ. ഏകഭക്തിയോടുകൂടി ആ ഈശനെ ഭജിക്കുക. എന്തിനു വേണ്ടി? ആത്മലബ്ധയേ. കേട്ടുവോ നിങ്ങൾ? ആത്മലാഭത്തിന് വേണ്ടി. നിങ്ങൾ ക്ഷേത്രത്തിൽ പൊക്കോളൂ, ഞാൻ പോണ്ടാന്ന് പറയണില്ല. അവിടെ പോയി യാചിക്കേണ്ടത് എന്താ? ആത്മലാഭം.
വിവേകാനന്ദൻ വളരെ കഷ്ടപ്പെട്ടു. അദ്ദേഹം പഠിച്ച് BA പാസ്സായിട്ടുണ്ട് ആദ്യമായിട്ട്. അപ്പോൾ കുടുംബത്തിനൊക്കെ ഒത്തിരി സഹായമാവുമെന്ന് വിചാരിച്ചു. വലിയ സമ്പന്നരായിരുന്നില്ല. അപ്പോൾ ഒരു ഭാഗത്ത് രാമകൃഷ്ണ പരമഹംസരോട് വലിയ ഭക്തിയും ആദരവുമാണ്. അദ്ദേഹം പറയുന്ന മാർഗം പൂർണ്ണമായി പിന്തുടരണം, പൂർണ്ണ സമയത്തോടു കൂടിയെന്ന അഭിപ്രായം. എന്നാൽ കുടുംബക്കാരെ സംബന്ധിച്ചൊരു പിടിച്ചുവലിയും. അങ്ങനെ വല്ലാത്ത വിഷമമായിരിക്കുന്നത് രാമകൃഷ്ണ പരമഹംസന് മനസ്സിലായി. പറഞ്ഞു അത്രേ, നരേന്ദ്ര ചെല്ല്, അവിടെ കാളി തയ്യാറായിട്ട് നിൽക്കണു, നീ എന്ത് വേണമെങ്കിൽ ചോദിക്കുക, തരും. അവിടെ ചെന്നു അത്രേ. ചെന്നപ്പോൾ കാളിയെ കണ്ടിട്ട്, എൻ്റെ അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ജ്ഞാനം തരൂ, വൈരാഗ്യം തരൂ, മോക്ഷം തരൂ. ജ്ഞാനം, വൈരാഗ്യം, മോക്ഷം, ഇതാണ് എൻ്റെ പൊന്നമ്മേ എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു അത്രേ. മടങ്ങി വന്നു. ചോദിച്ചോ? ചോദിച്ചു. എന്താ? ജ്ഞാനം, വൈരാഗ്യം, ഭക്തി. പോ മണ്ട, ആദ്യം പോയി ചോദിക്കുക. അവിടെ ചെന്ന് രണ്ടാമതും ചോദിക്കാൻ പുറപ്പെട്ടപ്പോഴും അതന്നെയാണ് പറയണത്, എനിക്ക് ജ്ഞാനവും വൈരാഗ്യവും ഭക്തിയും തരണേന്ന്. എന്തു പറയണു നിങ്ങൾ? ആത്മലാഭത്തിന് വേണ്ടിയാണ് ഭജിക്കേണ്ടത്, വേറൊരൊറ്റ കാര്യത്തിന് വേണ്ടിയല്ല. തുഷ്ടേച തത്ര കിമലഭ്യ അനന്ത ആദ്യേ. ആ ആദ്യൻ തുഷ്ടനായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോകത്തിൽ ഒന്നിനും പഞ്ഞം വരില്ല, ഒരു കുറവും വരില്ല. നഹലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജാഃ പ്രീണനായ മുകുന്ദസ്യ ന വൃത്തം ന ബഹുജ്ഞത ന ദാനം ന തപോനേജ്യ ന ശൗചം ന വ്രതാനി ച പ്രീയതേ അമലയാ ഭക്ത്യാ ഹരിഃ അന്യദ്വിഡംബനം. ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ച് പഠിക്കേണ്ടതാണ്. നാഹം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജാഃ. അസുരപുത്രന്മാരെ, നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾ അസുരന്മാരാണ്, മോശക്കാനാണ്, താന്ന യോനിയിൽ ജനിച്ചവരാണെന്ന് ഒരിക്കലും നിങ്ങൾ ആരും വിചാരിക്കരുത്. ഭഗവാനെ മുകുന്ദനെ ഭജിക്കാനും തൃപ്തിപ്പെടുത്താനുമായി നാലം ദ്വിജത്വം ദേവത്വം. ഒരു മനുഷ്യൻ ദ്വിജനായി ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ആയി ജനിക്കണം എന്നില്ല, ദേവനായി ജനിക്കണം എന്നില്ല, ഋഷിയായിക്കൊള്ളണം എന്നില്ല. പ്രീണനായ മുകുന്ദസ്യ, മുകുന്ദനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ന വൃത്തം ന ബഹുജ്ഞത. നല്ല പോലെ ശാസ്ത്രജ്ഞാനം പരിജ്ഞാനം വേണമെന്നില്ല, നല്ല തൊഴിൽ വേണം എന്നില്ല. ലോകത്തിൽ പല വിധത്തിലുള്ള തൊഴിലുകളുണ്ട്. ചിലതൊക്കെ നീചമോ നികൃഷ്ടമോ ആണെന്നൊക്കെ ജനങ്ങൾ പറയും. എന്നാലും അതും ആവശ്യമാണ് ഈ പറയുന്ന കൂട്ടർക്കും കൂടി. പ്രീണനായ മുകുന്ദസ്യ ന വൃത്തം ന ബഹുജ്ഞത. സിമിലർലി അതേപോലെ ന ദാനം ന തപോനേജ്യ. ധാരാളം കയ്യിലുള്ള വസ്തു ദാനം കൊടുക്കണം. കയ്യിൽ വസ്തു ഇല്ലെങ്കിലോ എങ്ങനെയാ കൊടുക്കുക? തപസ് ചെയ്യണം, കഠിനമായത്. നേജ്യ, യജ്ഞയാഗങ്ങൾ ചെലവ് ചെയ്ത് ഋത്തുക്കുകളെ പിടിച്ച് നടത്തണം, അങ്ങനെയില്ല. ന ശൗചം ന വ്രതാനിച. ദിവസേന 2 നേരം കുളിച്ചേ ഈശ്വരഭജനം ചെയ്യൂ, അങ്ങനെയുമില്ല. വ്രതങ്ങൾ അനുഷ്ഠിക്കാൻ സാധിച്ചു എന്ന് എല്ലാവർക്കും വരില്ല. ഏകാദശി ഇരിക്കാൻ പറ്റാത്തവരുണ്ട്. പ്രീയതേ അമലയാ ഭക്ത്യാ, പ്രീയതേ അമലയാ ഭക്ത്യാ ഹരിഃ. ശ്രീഹരി ഉണ്ടല്ലോ, ശുദ്ധ നിർമ്മലമായിരിക്കുന്ന ഭക്തി കൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നവനാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മുടെ മനസ്സിലുള്ള ഭക്തിയുണ്ടല്ലോ, ഈശ്വരനോട് തോന്നുന്ന സ്നേഹം, അകൈതവമായിരിക്കുന്ന സ്നേഹം, ആ അമലമായിരിക്കുന്ന ഭക്തിയുണ്ടല്ലോ, ആ ഭക്തി കൊണ്ട് മാത്രം ഹരി പ്രിയതേ. അന്യത് വിഡംബനം. ബാക്കിയുള്ളതൊക്കെ വലിയ കാട്ടിക്കൂട്ടലാണ്, കാട്ടിക്കൂട്ടൽ. പ്രിയതേ അമലയാ ഭക്ത്യ ഹരിരന്യദ്വിഡംബനം. അന്യദ്വിഡംബനം. ഇപ്പോഴും എന്നോട് പറയുകയാണ് ഓരോരുത്തരെ, സ്വാമിജി നമ്മൾ എന്തെങ്കിലും അവിടെ ഒരു അലങ്കാരം ചെയ്താൽ സ്റ്റേജ് അതനുസരിച്ച് മാറും. എന്ത് മാറണം? കണ്ണി കണ്ടതൊക്കെ വരയ്ക്കണം, അത് വയ്ക്കണം, ഇത് വയ്ക്കണം, അങ്ങനെല്ലാം വേണം. ഇതൊക്കെയാണല്ലോ അവരുടെ ആവശ്യം. വല്ലവിധവും ഞങ്ങൾ സ്വയം പിടിച്ചു നിർത്തിയിരിക്കുക. അതൊക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടോനും. ഹരിരന്യദ്വിഡംബനം. ഇങ്ങനെ കുട്ടികളെ ഉപദേശിച്ച ഒരു രംഗം. അതും കഴിഞ്ഞു. അവസാനം ഹിരണ്യകശിപു വിളിച്ചു. പിന്നെയും ചോദിച്ചപ്പോൾ സംഘട്ടനം തന്നെ. മകൻ്റെ ഹരിഭക്തി സ്വല്പമെങ്കിലും ചുരുങ്ങുന്നില്ല. അച്ഛൻ്റെ ഹരിശത്രുത സ്വല്പമെങ്കിലും കുറയാനൊരുക്കമില്ല. ഒരു ഭാഗത്ത് ഹരിയോട് ആദരവ്, മറുഭാഗത്ത് ഹരിയോട് ശത്രുത. ഇത് രണ്ടും കൂടിയാൽ വലിയൊരു സംഘട്ടനമായി. ഈശ്വര വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു ഭക്തന് ആര് പറഞ്ഞാലും ആ തടസ്സം സ്വീകരിക്കാൻ സാധിക്കില്ല. ബാക്കി എല്ലാറ്റിലും നാം അനുസരിക്കണം. അച്ഛനമ്മമാരെ, മുതിർന്നവരെ, വേണ്ടപ്പെട്ടവരെ എല്ലാം തന്നെ.
പക്ഷേ ഈശ്വര വിശ്വാസത്തിൻ്റെ ഒരു കാര്യം വരുമ്പോൾ അച്ഛനായാലും അമ്മയായാലും ആര് പറഞ്ഞാലും ആ ഒരു കാര്യത്തിൽ നമുക്ക് മാറാൻ പറ്റില്ല. വാസ്തവത്തിൽ അച്ഛനമ്മമാർ നമുക്ക് ഈശ്വര വിശ്വാസം ഊട്ടിത്തന്ന് വളർത്തേണ്ടവരാണ്. അവർ അത് ചെയ്യുന്നതിന് പകരം അതിനെ തടഞ്ഞു നിർത്തിയെന്നുണ്ടെങ്കിൽ ഉത്തമമായിരിക്കുന്ന ഈശ്വര വിശ്വാസമുള്ള ഒരു മനുഷ്യ ഹൃദയത്തിന് അത് സ്വീകരിക്കാൻ സാധിച്ചു എന്ന് വരില്ല. പ്രഹ്ലാദനെ കൊല്ലാനായി പലതും പരിശ്രമിച്ചു. ഇവൻ ഇരിക്കുന്നത് തെറ്റാണ്, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു വിരൽ പുഴുത്തു, ആ പഴുപ്പ് എല്ലാ സ്ഥലത്തേക്കും വ്യാപിക്കുമെന്ന് കണ്ടാൽ അത് മുറിച്ച് കളയാറില്ലേ? അതുപോലെ ഇതെൻ്റെ മകനാണെങ്കിലും മകനെ മുറിച്ച് കളയണം എന്ന് പറഞ്ഞ് എല്ലാം ശട്ടം കെട്ടി പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുക, അഗ്നിയിൽ കൊണ്ടിടുക, സമുദ്രത്തിൽ വലിച്ചെറിയുക, ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് മറിച്ചിടുക, ഒരേ ആസനത്തിൽ നിന്ന് കടവയറ്റിൽ കത്തി കയറ്റുക, വിഷം കൊടുക്കുക, പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുക, ഇങ്ങനെ പലതരത്തിലുള്ള പ്രയോഗങ്ങളും പ്രയോഗിച്ച് പ്രഹ്ലാദൻ ഒന്നും ഏശുന്നില്ല. ഗോവിന്ദ പരിരംഭിത. എന്നാൽ ഇത് ചെയ്യുന്നവരോട് എന്തെങ്കിലും ശത്രുതയോ അസഹിഷ്ണുതയോ ഉണ്ടോ? അതുമില്ല. അവസാനം ഹിരണ്യകശിപുവിന് പേടിയായി. ഞാൻ ഇത്രയൊക്കെ ചെയ്തു അവനെ കൊല്ലാൻ വേണ്ടി, അവൻ ചെത്തില്ല. ഇനി അവൻ ജീവിച്ചിരുന്നാൽ ഞാൻ ചെയ്ത അപരാധത്തെ മകൻ പൊറുക്കില്ല. അതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് കളയാം എന്ന് പറഞ്ഞ് മകനെ വിളിച്ച്, അസുര ചക്രവർത്തിയായിരിക്കുന്ന എന്നെ ഇന്ദ്രനും ചന്ദ്രനും ദിക്പാലന്മാരും കിട്ടുകിട്ട വിറപ്പിക്കുന്നതായ ഞാൻ ആ എന്നെ ധിക്കരിക്കാനുള്ള ശക്തി നിനക്ക് എവിടുന്നാടാ ഉണ്ടായത് എന്ന് ചോദിച്ചു. എവിടുന്നാണ് നിനക്കുള്ള ശക്തി എന്ന്. അപ്പോൾ പ്രഹ്ലാദൻ മറുപടി പറയാ, ന കേവലം മേ ഭവതശ്ച രാജൻ സവൈബലം ബലിനാം ചാപരേഷാം പരേവരേമീ സ്ഥിരജംഗമായേ ബ്രഹ്മാദയോ യേന വശം പ്രണീതാ. ന കേവലം മേ ഭവതശ്ച രാജൻ സവൈബലം ബലിനാം ചാപരേഷാം. എനിക്ക് മാത്രമല്ല എൻ്റെ പൊന്നുപിതാവേ, ഇന്ദ്രനും ചന്ദ്രനും ദിക്പാലന്മാർക്കും ദിഗ്ഗജങ്ങൾക്കും മഹാചക്രവർത്തിയായിരിക്കുന്ന അങ്ങയ്ക്കും കൂടിയുള്ള ശക്തി ഒന്നു മാത്രമേ ഉള്ളൂ. പരേവരേമീ സ്ഥിരജംഗമായേ ബ്രഹ്മാദയോ യേന വശം പ്രണീതാ. അഖില ചരാചരങ്ങളും അവയെ സൃഷ്ടിച്ചിട്ടുള്ള ബ്രഹ്മാവും എല്ലാവരും തന്നെ ആ ശ്രീഹരിയുടെ കീഴിലും അധീനത്തിലുമാണ്. വേറെ ആരുമല്ല, ആ ഹരിയാണ് എനിക്ക് ബലം. എനിക്ക് മാത്രമല്ല അങ്ങയ്ക്കും ബലം ആ ഹരിയാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങയ്ക്കും ബലം. മകൻ പറയണു. ഒരു ഭാഗത്ത് അച്ഛനാണ്, 8 അടി ഉയരമുണ്ട്. ഈ കുട്ടി ചെറുതാ, കൈ തൊഴുതുകൊണ്ടാ സംസാരിക്കുന്നത്. അച്ഛൻ്റെ മുൻപിൽ നിന്ന് എനിക്ക് മാത്രമല്ല എൻ്റെ അച്ഛ, അങ്ങയ്ക്കും ബലം ശ്രീഹരിയാണ്. ഇന്ദ്രനും ചന്ദ്രനും ദിഗ്ഗജങ്ങൾക്കും ദിക്പാലന്മാർക്കും എല്ലാവർക്കും ബലം ഒറ്റ കേന്ദ്രമേ ഉള്ളൂ. ഇത്രയും കേട്ടാൽ എന്തു ചെയ്യും ഹിരണ്യകശിപു? സഹിച്ചില്ല. മകനാണ് ഈ ധിക്കാരം കാണിക്കുന്നത്. മകനെ വെട്ടണം. പക്ഷെ മകനാണല്ലോ, വെട്ടാൻ തോന്നണില്ല. ഉടനെ അവിടുന്ന് വാളൂരി ചാടി ചോദിക്കുകയാണ്, യസ്ത്വയാ മന്ദഭാഗ്യോക്തോ മദന്യോ ജഗദീശ്വര ക്വാസൗ യദിസ സർവത്ര കസ്മാ സ്തംഭേന ദൃശ്യതേ. എടാ മന്ദബുദ്ധി, ഞാനല്ലാത്ത ഒരു ഈശ്വരനുണ്ടോ നിനക്ക്? അങ്ങനെ ഒരു ഈശ്വരൻ നിനക്കുണ്ടെങ്കിൽ അവൻ എവിടെയാ? എല്ലായിടത്തുമുണ്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ ഭജിക്കുന്ന ഈശ്വരൻ എല്ലായിടത്തുമുണ്ട്. ഇല്ലാത്ത സ്ഥാനം ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ തൂണലുണ്ടോ? ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയണു കുട്ടി. 7 വയസ്സായ കുട്ടി. 70 വയസ്സായവരും കൂടി ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക? ഒരാളുണ്ട് അവിടെ ഒളിഞ്ഞിരിക്കുക. എല്ലാവരും അങ്ങനെയല്ലേ പറയുള്ളൂ. എൻ്റെ ഭഗവാൻ എല്ലായിടത്തുമുണ്ട്, എൻ്റെ ഉള്ളിലുമുണ്ട്, പുറത്തുണ്ട്, ഇല്ലാത്തടമില്ല എന്ന് പറയുന്നവർ ഈ സദസ്സിൽ തന്നെ എത്ര പേരുണ്ടാവും? ആലോചിച്ച് നോക്കൂ. 8 കൊല്ലമായി നിങ്ങളെല്ലാവരും കേൾക്കണു ശ്രീമദ് ഭാഗവതം. എന്നാൽ ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു, ഒരു സംശയവുമില്ലാതെ. ഇനിയിപ്പോൾ എന്താ ഹിരണ്യകശിപു ചെയ്യുക? ഉടനെ അവിടുന്ന് ചാടി പുറപ്പെട്ട് ആ സ്തംഭത്തിൽ ഒരൊറ്റ ഇടി അങ്ങോട്ട് കൊടുത്തു, തൂണിൽ. അത് കൊടുത്തപ്പോൾ
സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ചാത്മനഃ അദൃശ്യതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. തൻ ഭൃത്യവാക്യത്തെ സമർത്ഥമാക്കാൻ താനെങ്ങുമുണ്ടെന്നു വരുത്തുവാനും കാണായി അത്യദ്ഭുതരൂപമപ്പോൾ മനുഷ്യനല്ലേ മൃഗമല്ല തെല്ലും. തൻ്റെ കൊച്ചുകുട്ടി പറഞ്ഞു, ആണയിട്ടു, അവൻ വിശ്വസിക്കുന്നതും ആശ്രയിക്കുന്നതുമായ ശ്രീഹരി സർവത്ര വിരാജമാനനാണ്, എല്ലാ ദിക്കിലുമുണ്ട് എന്ന് പറഞ്ഞു. ആരും ഇങ്ങനെ പറയില്ല, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള സംഘട്ടനത്തിൽ. അങ്ങനെ ആണെങ്കിൽ ഈ തൂണിൽ ഉണ്ടാവണ്ടേ, ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിസ്സംശയം നിസ്സങ്കോചം ഉണ്ട് എന്ന് തന്നെ പറഞ്ഞു. ആ കൊച്ചു കുട്ടിയുടെ വാക്ക് സത്യമാക്കണം. കേൾക്കണുണ്ടോ നിങ്ങൾ? സത്യം വിധാതും നിജഭൃത്യഭാഷിതം. തൻ്റെ ഭൃത്യൻ വളരെയധികം വിശ്വാസത്തോടുകൂടി ആണയിട്ട് പറഞ്ഞ ആ വാക്ക് സത്യമാക്കണം. അതേ സമയത്ത് വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മനഃ, താൻ എല്ലായിടത്തും സന്നിഹിതനാണ് എന്ന് ബോധ്യപ്പെടുത്തും വേണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഹിരണ്യകശിപുവോടുകൂടി പടപൊരുതാൻ വേണ്ടി ചാലഞ്ച് ചെയ്തു, ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ആ വെല്ലുവിളിയാണ് ഒരു ഇടി. ആ ഇടി അങ്ങോട്ട് കേട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പടപടപടപടാന്നങ്ങോട്ട് പുറപ്പെട്ടു. അത്യദ്ഭുതമായിരിക്കുന്ന ഒരു രൂപം. ഹിരണ്യകശിപുവിൻ്റെ വരങ്ങളെയെല്ലാം കവച്ചു വെച്ചുകൊണ്ട്, മനുഷ്യൻ കൊല്ലരുത്, മൃഗം കൊല്ലരുത്, രാത്രി കൊല്ലരുത്, പകൽ കൊല്ലരുത്, പുറത്ത് കൊല്ലരുത്, അകത്ത് കൊല്ലരുത്, ഇങ്ങനെ പല വിധത്തിലുള്ള കണ്ടീഷൻസ് മേടിച്ചു. അതിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് താണ്ടിക്കൊണ്ടിതാ വിശേഷപ്പെട്ട ഒരു രൂപം, കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്തത്. അദൃശ്യതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. അത് മനുഷ്യനല്ല, മൃഗവുമല്ല, മനുഷ്യമൃഗം. അതാണ് അദൃശ്യശക്തി ദൃശ്യമായപ്പോൾ എന്ന ആ പുസ്തകത്തിൽ ഈ ഭാഗമാണ് എഴുതിയിരിക്കുന്നത്. എല്ലാവരും അത് വാങ്ങി ആ പ്രഹ്ലാദൻ്റെ സ്തുതിയും നടന്ന കഥയുമൊക്കെ നല്ലപോലെ മനസ്സിലാക്കി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. എന്നോടൊരമ്മ ഇന്ന് വന്ന് പറഞ്ഞു, സ്വാമിജി, ഇവിടെ കുട്ടികളാരും വരണില്ല, നിങ്ങൾ ഒരു ദിവസം വൈകുന്നേരമെങ്കിലും കുട്ടികൾക്ക് മാത്രമായി ഒരു പ്രവചനം ചെറിയ തോതിൽ നടത്താമെന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കുട്ടികളെ കൊണ്ടുവരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, വല്ലപ്പോഴും ഒരിക്കലൊക്കെ ഞാൻ പ്രഹ്ലാദൻ്റെ കഥയോ ധ്രുവൻ്റെ കഥയോ ഒക്കെ പറയാറുണ്ട് കുട്ടികൾക്ക് പറ്റിയ രൂപത്തിൽ. പക്ഷേ അങ്ങനെ ഒരു പ്രോഗ്രാമായി ഇതിൻ്റെ ഉള്ളിൽ പെടുത്താൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഒരമ്മ പറഞ്ഞു, പറയാൻ ഒരു 250 അമ്മമാരെങ്കിലും ഉണ്ടോ, എന്നാൽ ഞങ്ങൾ പരിശ്രമിക്കാം. അപ്പോൾ ആ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് ആ അമ്മയ്ക്ക് തോന്നി. അപ്പോൾ ഇതാണ് അവിടെ പറയുന്നത്, സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. അച്ഛൻ ആവശ്യപ്പെട്ടത് എന്താ? പോരാട്ടം. രണ്ടാളും കൂടി പോരാടി ഇടി, കുത്ത്, മാന്തൽ, പൊളിക്കൽ, ചാടൽ, ഉയരൽ, ഗുളവയ്ക്കൽ, അങ്ങനെ പലതുമായി പരസ്പര യുദ്ധം, മല്ലയുദ്ധമൊക്കെ കഴിഞ്ഞ് അവസാനം ഹിരണ്യകശിപുവിന് പടപൊരുതാൻ വേണ്ടത്ര അവസരം കൊടുത്തു. ആ യുദ്ധത്തിൽ ഇടിക്കാനും അവസരം കൊടുത്തു, നരഹരി ഇരിമേടിച്ചു, അങ്ങോട്ടും കൊടുത്തു. അവസാനം തട്ടിമറിച്ച് വയറ് പൊളിച്ച് കൊടൽമാല വലിച്ചെടുത്ത് രക്തപങ്കിലമായിരിക്കുന്ന ആ കൊടൽമാല കഴുത്തിലിട്ട് സിംഹാസനത്തിലിരുന്ന് നെടുവീർപ്പിട്ട് തുടങ്ങി. ഇതൊക്കെ മകൻ അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഭാഗം ഓർമ്മയില്ലാവോ? കൊച്ചുമകൻ തൻ്റെ അച്ഛൻ ഹിംസിക്കപ്പെടുന്നതാണ് കാണുന്നത്. അത് കണ്ടതിന് ശേഷം ഈ നരഹരി രൂപം, ഭയങ്കരമായ രൂപം എന്തിനു വേണ്ടി പ്രത്യക്ഷപ്പെട്ടുവോ ആ പ്രത്യക്ഷ രൂപം ആവശ്യം കഴിഞ്ഞു. ഇനി ആ രൂപത്തിനെ സാന്ത്വനപ്പെടുത്തണമല്ലോ, അതിനെന്താ വഴിയെന്ന് ആലോചിച്ചപ്പോൾ മഹാലക്ഷ്മി, ബ്രഹ്മാവൊക്കെ പറഞ്ഞു ഞാൻ കൂട്ടിയാൽ പറ്റില്ല. മഹാലക്ഷ്മിയുടെ അടുത്ത് ചെന്നപ്പോൾ ലക്ഷ്മിയും പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റില്ലേ, നല്ല സമയത്തൊക്കെ ഞാൻ അടുത്ത് പോവാം, പൊല്ലാത്ത സമയത്ത് എനിക്ക് വേണ്ടിയിട്ടല്ല ഈ രൂപമുണ്ടായത്, എന്നെക്കൊണ്ട് പറ്റില്ലേ, ഞാൻ പേടിയാ ആ കാര്യത്തിൽ, പിന്നെ പേടിയാന്ന്. അപ്പോൾ എന്ത് ചെയ്തു ബ്രഹ്മാവ്? ആർക്ക് വേണ്ടി ഈ രൂപമുണ്ടായോ ആ കൊച്ചു പ്രഹ്ലാദനെ തന്നെ അയക്കുക എന്ന് പറഞ്ഞ് ആ പ്രഹ്ലാദനോട് നീ തന്നെ പോയി നിൻ്റെ മഹാപ്രഭുവിനെ സമാധാനിപ്പിക്കൂ എന്ന് പറഞ്ഞു അത്രേ. പ്രഹ്ലാദൻ തൊഴുത് സ്തുതിച്ചുകൊണ്ട് ചെയ്തു. ഏതാണ്ട് 45 ശ്ലോകവും മറ്റുമുണ്ട്. പ്രഹ്ലാദൻ്റെ സ്തുതി വളരെ വിശേഷപ്പെട്ടതാണ്. അത് കഴിഞ്ഞ് നരഹരി തണുത്തു, സമാധാനമായി. പ്രഹ്ലാദനും നരഹരിയും കൂടിയായ സംവാദം. അതൊക്കെ കഴിഞ്ഞ് പ്രഹ്ലാദ, നീ എന്ത് വരം വേണോ അത് ചോദിക്കുക എന്നായി മഹാവിഷ്ണു.
ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ എന്തു വേണോ ആ വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ മാമാം പ്രലോഭയോത്പ്യത്യ സക്തം കാമേഷു തൈർവരൈഹി തത്സംഗഭീതോ നിർവിണ്ണോ മുമുക്ഷുസ്ത്വാം ഉപാശ്രിതഃ. ഞാൻ പണ്ടേ മുതൽക്ക് ഈ ലോകവസ്തുക്കളൊന്നും വേണ്ട, അതിലുള്ള സംഘം വിഷമകരമാണെന്ന് മനസ്സിലാക്കി ജന്മം മുതൽക്ക് തന്നെ അങ്ങയെ മാത്രം ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകവസ്തുക്കളോടുള്ള സംഘം എന്നെ നശിപ്പിക്കരുത് എന്ന് വിചാരിച്ച് ഒരു മുമുക്ഷുവാണ് ഞാൻ, അങ്ങയെ മാത്രം ആശ്രയിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സർവാശ്രയം കൈക്കൊണ്ടിട്ടുള്ള ഭൃത്യനോട് അങ്ങ് വരം വേണോ എന്ന് ചോദിച്ചുല്ലോ, വരം മേടിക്കൂന്ന്. ഇത് വാസ്തവത്തിൽ അങ്ങയ്ക്ക് ചേർന്നതല്ല എന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? വരം വേണോ എന്ന് ചോദിച്ചത് ശരിയായില്ല എന്ന് ഭക്തൻ പ്രഹ്ലാദൻ, കൊച്ചു പ്രഹ്ലാദൻ മഹാവിഷ്ണുവിനോട് പറയുകയാണ്. ഭൃത്യലക്ഷണ ജിജ്ഞാസുർഭക്തം കാമേഷ്വജോദയത് ഭവാൻ സംസാരബീജേഷു ഹൃദയഗ്രന്ഥിഷു പ്രഭോ. നമ്മുടെ ഹൃദയത്തെ പിടിച്ച് ബന്ധിക്കാനുള്ള ഈ വരങ്ങളിൽ അങ്ങ് പ്രലോഭിപ്പിക്കുന്നുണ്ടല്ലോ, ഇത് ശരിയല്ല. അങ്ങയും ഞാനും കൂടിയിട്ടുള്ള റിലേഷൻഷിപ്പ് ബന്ധമെന്താ? നാന്യഥാ തേ അഖില ഗുരോ ഘടേത കരുണാത്മനഃ യസ്ത ആശിഷ ആശാസ്തേ നസഭൃത്യ സവൈ വണിക്. ഇതൊക്കെ വളരെ വിശേഷപ്പെട്ട ശ്ലോകങ്ങളാണ്. കുറച്ച് സമയം വേണം പറഞ്ഞ് മനസ്സിലാക്കാൻ. എൻ്റെ ഭൃത്യൻ എങ്ങനെയുണ്ട് എന്നുള്ളത് ബാക്കിയുള്ളവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വരം തന്നത്. എന്നെ പരിശോധിക്കാനാണെങ്കിൽ അങ്ങ് ചോദിച്ചതിൽ തെറ്റില്ല. അല്ല, വാസ്തവത്തിൽ ഞാൻ വരം മേടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണോ മഹാപ്രഭു അങ്ങ് എന്നോടിത് പറഞ്ഞതെങ്കിൽ അത് വളരെ തെറ്റായിപ്പോയി. എന്താ കാരണം? അങ്ങയും ഞാനും തമ്മിലുള്ളതായ ബന്ധം ഒരു യജമാനനും ഭൃത്യനും പോലെയുള്ളതല്ല, ഒരു രാജാവും സേവകനും തമ്മിലുള്ളതല്ല. നമ്മുടെ ബന്ധം എങ്ങനെയാ? എനിക്ക് അങ്ങയിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല, അങ്ങയ്ക്കാണെങ്കിലോ ഒന്നിൽ നിന്നും ഒരു കാലത്തും ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഭൃത്യനെ പ്രത്യേക സമ്മാനങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിച്ച് സ്വാമിയായിരിക്കുന്ന ഞാൻ പറഞ്ഞത് കൂടുതൽ കേൾക്കണം, എന്നോട് കൂടുതൽ ബഹുമാനം വേണം എന്ന് പറഞ്ഞ് പ്രത്യേകമായ സമ്മാനം കൊടുക്കേണ്ട ഒരു ആവശ്യം അങ്ങയ്ക്കില്ല. എനിക്ക് എൻ്റെ മഹാപ്രഭുവെ പ്രത്യേകം തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യവുമില്ല. പൊതുവെ എനിക്കൊരു ശരണാഗതി മാത്രമേ ഉള്ളൂ. എന്നാലും സേവകഭാവം അങ്ങയും ഞാനും തമ്മിലുള്ളത് ശരിയല്ല, അത് തെറ്റിദ്ധാരണയാണ്. ആശാസാനോ ന വൈ ഭൃത്യ സ്വാമിന്യാശിഷ ആത്മനഃ ന സ്വാമി ഭൃത്യത സ്വാമ്യം ഇച്ഛന്യോ രാധി ആശിഷ അഹം ത്വ ഇച്ഛന്യോ രാധിചാശിഷ അഹം തു അകാമഃ ത്വദ്ഭക്തഃ ത്വം ച സ്വാമ്യനപാശ്രയഃ നാന്യഥേഹാവയോരർത്ഥോ രാജസേവകയോരിവ. യദി രാസീശമേ കാമാൻ വരാംസ്ത്വം വരദർഷഭ കാമാനാം ഹൃദ്യസംരോഹം ഭവതസ്തു വൃണേവരം. അങ്ങനെയൊക്കെ ആയാലും അങ്ങയ്ക്കിനി എന്തെങ്കിലും ഒരു വരം ഞാൻ മേടിച്ചേ തീരൂ എന്ന് നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ മഹാപ്രഭുവാണല്ലോ, അങ്ങയുടെ മുൻപിൽ നിരസിക്കാൻ ഞാൻ പുറപ്പെടില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു വരമാണ് വേണ്ടത്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെയുണ്ടോ? എനിക്ക് ഒരു വരേ ചോദിക്കാനുള്ളൂ. എന്താ അത്? കാമാനാം ഹൃദി അസംരോഹം ഭവതസ്തു വൃണേവരം. എൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും ആശ പൊട്ടിമുളയ്ക്കരുതേ. എൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും ആഗ്രഹം പൊട്ടിമുളയ്ക്കരുതേ. അപ്പം ആഗ്രഹം പൊട്ടിമുളയ്ക്കാത്ത ഒരു ഹൃദയം വേണം. അതുമാത്രമാണ് എനിക്ക് അങ്ങയോട് പറയാനുള്ളത്. മഹാവിഷ്ണുവിന് തൃപ്തിയായി. എന്നിട്ട് സിംഹാസനത്തിൽ നിന്ന് രാജ്യം ഭരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രഹ്ലാദനതിന് തയ്യാറാവില്ലല്ലോ. അപ്പം അദ്ദേഹം അവസാനം പറഞ്ഞതാ, അത് പറഞ്ഞാൽ പറ്റില്ല. അച്ഛൻ അർഹിക്കുന്നതും തേടുന്നതും അച്ഛന് കൊടുത്തു. മകൻ അതൊന്നും പരിഗണിക്കാതെ ഈ സിംഹാസനത്തിലിരുന്ന് പ്രജാക്ഷേമം ഉറപ്പുവരുത്തണം. അതിന് രാജപുത്രന്മാരും രാജകുമാരന്മാരും മാത്രമേ പറ്റുള്ളൂ. ഇന്ന് എങ്ങനെ തെരഞ്ഞെടുത്ത പ്രതിനിധികളോ അന്ന് തെരയാതെ എടുത്ത പ്രതിനിധികളാണ്, ജനിച്ച പ്രതിനിധികളാണ്. അന്ന് വ്യവസ്ഥ വേറെയെന്നേ ഉള്ളൂ. ഭോഗേന പുണ്യം കുശലേന പാപം കളേവരം കാലജവേന ഹിത്വാ കീർത്തിം വിശുദ്ധാം സുരലോകഗീതാം വിദായ മാമേഷ്യസി മുക്തബന്ധ. വളരെ വിശേഷപ്പെട്ട വിലപ്പിടിച്ച ഒരു ശ്ലോകമാണിത്. മനുഷ്യജന്മം പാപപുണ്യങ്ങൾ തുല്യമായിരിക്കുമ്പോഴാണ്. ഏത് മനുഷ്യനും പാപവും പുണ്യവും തുല്യമാണ് എല്ലാവരുടെ ജീവിതത്തിലും. 10,000 ഉറുപ്പിക ശമ്പളം കിട്ടുന്നവനും 10 ലക്ഷം ഉറുപ്പിക ലാഭമുള്ളവനും എല്ലാവർക്കും ജീവിതത്തിൽ സുഖദുഃഖം അനുഭവിപ്പിക്കുന്നത് മനസ്സാണ്. ആ മനസ്സിന് മാറ്റമില്ല.
ഏഴപ്പെട്ട ഒരു ഗൃഹത്തിൽ 5000 ഉറുപ്പിക ചെലവാക്കി ഒരു വധു വരെ വിവാഹം നടന്നു. 2 കോടി ഉറുപ്പിക ചെലവാക്കി പണക്കാരൻ്റെ ഒരു വീട്ടിലും ഒരു മകൾക്ക് വരനെ തേടി അവിടെയും വിവാഹം നടന്നു. പണക്കാരൻ്റെ വീട്ടിൽ 10000 ആളാണ് വന്നിരിക്കുന്നത്, ഇവിടെ 50 ആൾ വന്നിട്ടുണ്ട്. 2 വിവാഹവും ഭംഗിയായിട്ട് നടന്നു. ഈ 2 അമ്മമാരുടെ മനസ്സിലുമുള്ള സന്തോഷത്തിന് വല്ല വ്യത്യാസമുണ്ടോ? ഒന്ന് പറയുന്നപ്പ, ഉണ്ടോ? അപ്പം മനസ്സിൻ്റെ സുഖത്തിൽ പാപപുണ്യങ്ങൾ തുല്യമാണ് എല്ലാവർക്കും. ഇത് നല്ലപോലെ മനസ്സിലാക്കുക. പാപം കൂടിയ മൃഗജന്മം, പുണ്യം കൂടിയ ദേവജന്മം, പാപപുണ്യങ്ങൾ തുല്യമാവുമ്പോൾ മനുഷ്യജന്മം എന്നാണ് പുരാണത്തിൻ്റെ നിർവചനം. എന്തോ ആകട്ടെ, അതുകൊണ്ട് നീ എന്തു വേണം? ഭോഗേന പുണ്യം കുശലേന പാപം കളേവരം കാലജവേന ഹിത്വാ. രാജപുത്രൻ, സിംഹാസനസ്ഥൻ എന്നുള്ള നിലയ്ക്ക് നിനക്ക് പല വിധത്തിലുള്ള വിഭവങ്ങളും ആഡംബരങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ അനുഭവിച്ച് നിൻ്റെ പുണ്യഫലം പരിസമാപിപ്പിക്ക്. കേട്ടോ നിങ്ങൾ? സുഖഭോഗങ്ങൾ അനുഭവിച്ച് പുണ്യമൊടുക്കൂ. രാജ്യഭാരം കൊണ്ടു നടന്ന് പാപത്തെയും ഒടുക്കൂ. രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞാൽ വിശ്രമമില്ല. ലോകത്തിലെല്ലാവർക്കും സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള അന്തരീക്ഷം ഉറപ്പുവരുത്തണം. അത് ഉപായപ്പെട്ട ചുമതലയല്ല. അതുകൊണ്ട് നിൻ്റെ പാപത്തെയും ഒടുക്കി കീർത്തിം വിശുദ്ധാം സുരലോകഗീതാം, ദേവലോകത്തുകൂടി കീർത്തിക്കുന്നതായ ഒരു ശുദ്ധ നിർമ്മല കീർത്തി സമ്പാദിച്ച് പാപപുണ്യമുക്തനായി നിൻ്റെ ശരീരത്തെ കാളേബരം കാലജവേന ഹിത്വ, കാലത്തിൻ്റെ പ്രയാണത്തിൽ ഉണ്ടായതാണ് നമ്മുടെ ശരീരം. ആ ശരീരമാണ് കാലത്തിൻ്റെ പ്രയാണത്തിൽ പിറന്നാൾ കഴിഞ്ഞ് ദശാബ്ദങ്ങൾ കഴിഞ്ഞ് അവസാനം ഷഷ്ട്യബ്ദ പൂർത്തി കഴിഞ്ഞ് ശതാഭിഷേകം കഴിഞ്ഞ് പോരെ, അത് കുറച്ചും കൂടി വേണം, കഴിഞ്ഞ് നമ്മുടെ ശരീരം വീഴുന്നത്. അപ്പം കാലത്തിൻ്റെ പ്രയാണത്തിൽ ജനിച്ച ശരീരം കാലത്തിന് ഇറ്റ് അണ്ടർഗോസ് ദ പ്രോസസ് ഓഫ് ടൈം. അത് കഴിഞ്ഞ് അവസാനം ശരീരവും വിട്ട് മുക്തനായി എൻ്റെ അടുക്കിലേക്ക് വരുമെന്ന്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എത്ര കാലം ജീവിക്കുകയാണെങ്കിലും ഭോഗേന പുണ്യം കുശലേന പാപം കളേവരം കാലജവേന ഹിത്വാ കീർത്തിം വിശുദ്ധാം സുരലോകഗീതാം വിധായ മാമേഷ്യസി മുക്തബന്ധ. നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന കീർത്തി എന്താ? മറ്റു കീർത്തിയെപ്പറ്റി എനിക്കറിയില്ല. നൈമിഷാരണ്യം സത്രശാലയിൽ 8 കൊല്ലമായി നടക്കുന്ന ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം, ആ ജ്ഞാനമഹോത്സവത്തിൽ മുടങ്ങാതെ ഞാൻ പോയി പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ അമ്മ പങ്കെടുത്തവളാണ്, എൻ്റെ അച്ഛൻ പങ്കെടുത്തവനാണ്. ആ അച്ഛനമ്മമാരുടെ സന്താനങ്ങളും പേരക്കുട്ടികളുമാണ് ഞങ്ങൾ. ഈ ഒരു കീർത്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതിന് നിങ്ങൾക്കൊരു ചെലവുമില്ല. ഇവിടെ വന്ന് ഇരുന്നാൽ മതി കസേരയിൽ. ബാക്കിയൊക്കെ ഞങ്ങളാണ് നടത്തുന്നത്. ഈ ഒരു കീർത്തി ഉപായപ്പെട്ടതാണെന്നാണ് നിങ്ങൾ പറയണത്? അതോ നിങ്ങൾക്ക് പണക്കിഴി ഉണ്ടാക്കി കൊണ്ടുവരണോ അമേരിക്കയിൽ പോയിട്ട്? ഭോഗേന പുണ്യം കുശലേന പാപം കളേവരം കാലജവേന ഹിത്വാ കീർത്തിം വിശുദ്ധാം സുരലോകഗീതാം വിധായ മാമേഷ്യസി മുക്തബന്ധ. ഇങ്ങനെ എത്ര കാര്യങ്ങളാണ് ശ്രീമദ് ഭാഗവതം നമ്മോട് പറഞ്ഞു തരുന്നത്. ബ്രഹ്മാവിനെ നോക്കി പറഞ്ഞു അത്രേ മഹാവിഷ്ണു, മൈവം വരോസുരാണാം തേ പ്രദേയ പത്മസംഭവ വരക്രൂരനിസർഗാണാം അഹീനാം അമൃതം യഥാ. ബ്രഹ്മാവേ, അങ്ങ് എന്താ ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഘോര തപസ് ചെയ്തു എന്ന് പറഞ്ഞ് കണ്ട് സന്തോഷിച്ച് ആ വരങ്ങൾ മുഴുവൻ അനുവദിച്ചു കൊടുത്തത്? വരം കൊടുക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ, വിവേകം വേണം. അസുരന്മാർക്ക് വരം കൊടുക്കണത് പാമ്പുകൾക്ക് അമൃത് കൊടുക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള അബദ്ധം ഉണ്ടാവരുതേ. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞാനിവിടെ വന്ന് ആ കൊച്ചുകുട്ടി പ്രഹ്ലാദൻ കാണെ അവനെ മുൻപിൽ വെച്ചുകൊണ്ട് അവൻ്റെ അച്ഛനോട് ഗംഭീരമായി യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിച്ച് കൊടൽമാല വലിച്ചെടുത്ത് കഴുത്തിലിട്ട് അവൻ്റെ സിംഹാസനത്തിൽ എനിക്ക് ഇരിക്കേണ്ടി വന്നു. ഇങ്ങനെയുള്ള ഗതികേടുകളൊന്നും ഇനി വരുത്തരുത്, സൂക്ഷിച്ചു വേണം വരം കൊടുക്കാൻ എന്നുള്ള ചെറിയ ഒരു ഉപദേശവും നൽകിക്കൊണ്ടാണ് നരഹരി അവിടുന്ന് തിരോധാനം ചെയ്തത്. അപ്പോൾ ഭാഗവതത്തിൻ്റെ സംഹിത ആ തത്വമൂല്യ സിദ്ധാന്ത നിർദ്ദേശങ്ങൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചോളൂ. ബ്രഹ്മാവിനെ പോലും ഒരു താക്കീത് കൊടുത്തുകൊണ്ടാണ് നരഹരി അവിടുന്ന് പിൻവലിയണത്. ഇങ്ങനെ സർവ്വദേവീദേവന്മാരെയും കൊണ്ടുവന്ന് നമ്മുടെ മുൻപിൽ നിർത്തി എല്ലാവരെയും വെച്ചുകൊണ്ട് നമുക്ക് ഉപദേശിക്കുന്ന തത്വം നമ്മുടെ മനസ്സിനും ബുദ്ധിയും ഗ്രഹിക്കാനും അനുസരിക്കാനും
അനുധാവനം ചെയ്യാനും അതുവഴി ആത്മാഹ്ലാദഭരിതത്വം നേടാനും വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങളെല്ലാവരും ഓർമ്മ വയ്ക്കും. ജയതി ജയതി ദേവോ ദേവകീ നന്ദനോയം ജയതി ജയതി കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപഃ ജയതി ജയതി മേഘശ്യാമളഃ കോമളാംഗോ ജയതി ജയതി പൃഥ്വീഭാരനാശോ മുകുന്ദഃ. ഹരിഹി ഓം ഹരിഹി ഓം ഹരിഹി. എല്ലാവരും നിവർന്നിരുന്ന് കണ്ണടച്ച് മനസ്സും വായും തുറന്ന് ഓങ്കാരം ജപിക്കുക. ഇന്നത്തെ ഓങ്കാര ജപത്തിന് വലിയ പ്രസക്തിയും വലിയ വ്യാപ്തിയും ഉണ്ടാവണം. നാം ഈ കേട്ടതും പറഞ്ഞതുമായ ഈ പ്രഹ്ലാദ കഥനം ഉണ്ടല്ലോ, അത് ഓർമ്മ വെച്ചുകൊണ്ട് ഓ